ഹായ് നമസ്കാരം. ഏവർക്കും ഫാൽക്കൺ PSCയിലേക്ക് സ്വാഗതം. ഞാൻ ദിജേഷ് ദിനേശൻ. ഈ അടുത്ത കാലത്ത് PSC മത്സര പരീക്ഷകളിലെ പല ചോദ്യങ്ങളും SCRT NCRT പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. പല ചോദ്യങ്ങളും വളരെ ആഴത്തിലും പ്രസ്താവന ചോദ്യ രീതിയിലുമാണ് ചോദിച്ചു കണ്ടത്. ഇനി അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ധൈര്യത്തോടു കൂടി അറ്റൻഡ് ചെയ്യാനും ആത്മവിശ്വാസത്തോടു കൂടി എഴുതാനും ഫാൽക്കൺ PSC ഒരു കിടിലൻ സീരീസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ SCRT NCRT സീരീസിൽ സോഷ്യൽ സയൻസ് വിഭാഗം കൈകാര്യം ചെയ്യാൻ ഞാനുണ്ടാകും. ഓക്കെ, അപ്പം PSC മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാകുന്ന നിങ്ങൾക്കറിയാം ആർക്കുമാണ് ഈ പറയുന്ന NCRT SCRT പാഠഭാഗങ്ങളുടെ ആവശ്യകത എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം എല്ലാ PSC മത്സര പരീക്ഷകളിലും ഇത് അത്യാവശ്യമാണ്. LP UP എഴുതുന്നവരാണെങ്കിലും HSST എഴുതുന്നവരാണെങ്കിലും HSAക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഫോഴ്സ് 10th പ്രിലിംസ് മെയിൻസ് അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് അങ്ങനെ എല്ലാ മത്സര പരീക്ഷകളിലും PSC മത്സര പരീക്ഷകളിലും ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് SCRT NCRT. അപ്പോൾ ഇനി നമുക്ക് അത് പഠിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫാൽക്കൺ PSC വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു കിടിലൻ സീരീസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ ചാപ്റ്റർ വൈസ് മാതൃകാ പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ SCRT ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. റെഡിയല്ലേ? മാർക്ക് മേടിക്കുക, റാങ്ക് അടിക്കുക, ജോലി നേടുക. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പറയുന്നത് പുതിയ പാഠപുസ്തകം 6ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ആദിമ മനുഷ്യരും സംസ്കാരവും. ആദിമ മനുഷ്യരും സംസ്കാരവും. നോക്കാം, നമുക്ക് ഈ പരിണാമത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണ്, അതുപോലെ തന്നെ ശിലായുഗങ്ങൾ, ആദിമ മനുഷ്യൻ, അങ്ങനെയൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ മാതൃകാ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അനുബന്ധ വിവരങ്ങൾ ഉണ്ടായിരിക്കും. നോക്കാം, ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? താഴെ പറയുന്നതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതി അല്ലാത്തത് ഏത്? താഴെ പറയുന്നതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതി അല്ലാത്തത്. ഒന്നാമത്തെ കൃതി ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഈ കൃതി ഒരുപാട് തവണ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു കൃതിയാണ്. അതുപോലെ തന്നെ SCRT 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഈ കൃതിയെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ്. രണ്ടാമത്തെ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ. PSCയുടെ ഒരുപാട് കാലങ്ങളായിട്ട് ചോദിക്കുന്ന പുസ്തകങ്ങൾ, നെഹ്റുവിന്റെ പുസ്തകങ്ങളിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് ഇത്, ഡിസ്കവറി ഓഫ് ഇന്ത്യ. അപ്പൊ അതും നെഹ്റുവിന്റെ പുസ്തകമാണ്. ഇനി നോക്കൂ, ജോബ് ഫോർ മില്യൺസ്. ഇതും PSC ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ ആരുടെ പുസ്തകമല്ല? ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമല്ല. ഓക്കെ, ഇന്ത്യ ഡിവൈഡഡ്. ഇതും PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യം തന്നെയാണ്. പക്ഷെ ആരുടെ പുസ്തകമല്ല? ജവഹർലാൽ നെഹ്റുവിന്റെ കൃതി അല്ല. അപ്പൊ എന്തുണ്ടായി? 1, 2 ആരുടെ കൃതിയാണ്? 1, 2 ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ്. 3, 4 അല്ല. നമ്മൾ 1, 2 എന്ന് കണ്ട ഉടനെ നേരെ ഇങ്ങോട്ട് പോവും. ഓപ്ഷൻ എ 1, 2 ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ്. പക്ഷെ ഉത്തരം അതല്ല. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? കൃതി അല്ലാത്തത്. ജവഹർലാൽ നെഹ്റുവിന്റെ കൃതി അല്ലാത്തത്. ജവഹർലാൽ നെഹ്റുവിന്റെ കൃതി അല്ലാത്തത് ഏതാണ്? 3 കൃതിയല്ല, 4 അദ്ദേഹത്തിന്റെ കൃതിയല്ല. അപ്പൊ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. 3ഉം 4ഉം അദ്ദേഹത്തിന്റെ കൃതിയല്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നവും അത് തന്നെയാണ്. ഉത്തരം കണ്ടെത്തും, എന്നിട്ട് എന്ത് സംഭവിക്കും? ഓപ്ഷനിലേക്ക് എത്തുമ്പോൾ മാറിപ്പോവും. അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്താണ്? താഴെ പറയുന്നതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതി അല്ലാത്തത് ഇത് രണ്ടും അദ്ദേഹത്തിന്റെ കൃതിയല്ല. നോക്കാം, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 2-3 പോയിന്റുകൾ നോക്കാം. ഒന്ന്, ഇനി ഇത്രയും കൃതികൾ ജവഹർലാൽ നെഹ്റുവിന്റെ കൃതികളാണ്. കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. എങ്ങനെയാണ്? ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആരുടെ കൃതിയാണ്? നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ്. രണ്ടാമത്തെ എ ബെഞ്ച് ഓഫ് ലെറ്റേഴ്സ്. അപ്പൊ ഒരു ലെറ്റേഴ്സ് വന്നു കേട്ടോ. ഓക്കെ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അവിടെ ഒരു ലെറ്റേഴ്സ് വന്നു കേട്ടോ. ഇനി ഒരു ലെറ്റേഴ്സ് ഉണ്ട്. എന്താ? ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ്. ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിമാർക്ക് അയച്ച കത്തുകളായിരിക്കാം. ഓക്കെ, അപ്പൊ ഈ 3 നമുക്ക് കണക്ക് ചെയ്ത് പഠിക്കാം. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ്, എ ബഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്. ഇത് 3 ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകം ഒന്നും അല്ലെങ്കിൽ പോലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ദി എസെൻഷ്യൽ റൈറ്റിംഗ്സ്
ദി എസെൻഷ്യൽ റൈറ്റിംഗ്സ് ആരുടെ കൃതിയാണ്? നെഹ്റുവിന്റെ കൃതിയാണ്. ആൻ ആന്തോളജി ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണ്. അപ്പൊ ഇത്രയും കൃതികൾ നമ്മൾ പഠിച്ചു. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്, ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ്, ദ എസെൻഷ്യൽ റൈറ്റിംഗ്സ്, ആൻ ആന്തോളജി. ഇതുകൂടാതെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതി ആരുടെ ഉണ്ട്? ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കൃതിയുണ്ട്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. നമുക്കറിയാം നെഹ്റുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, എന്നാലും ഇവിടെ നമ്മളൊരു 2 ചോദ്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ഭാരതരത്ന കിട്ടിയ വർഷം. അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടിയ വർഷം 1955 അല്ലെ? അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന കാലഘട്ടമാണ്. ആൾക്ക് എന്ത് കിട്ടി? ഭാരതരത്ന കിട്ടി. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയ വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. 1947 മുതൽ 1967 വരെ 1947 മുതൽ 67 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു. ഓക്കെ, ഈ ആനുകാലികമായിട്ട് ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയാകുന്ന 2ാമത്തെ വ്യക്തിയായി മാറി. അപ്പൊ 1ാമത്തെ വ്യക്തി ആരാന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ആര്? ജവഹർലാൽ നെഹ്റു. ഭാരതരത്ന കിട്ടിയ വർഷം 1955. 1955 മറക്കരുത്. ശരി, ഇനി നമ്മുടെ ഓപ്ഷനിൽ കണ്ട മറ്റൊരു പുസ്തകം ജോബ് ഫോർ മില്യൺസ്. എന്താണ്? ജോബ് ഫോർ മില്യൺസ് ആരുടെ പുസ്തകമാണ്? അല്ലെങ്കിൽ ആരുടെ കൃതിയാണ്? വി ഗിരി അല്ലെ? വരാഹഗിരി വെങ്കടഗിരി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന വ്യക്തി, കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തി. ആ ചോദ്യം തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. കേരള ഗവർണർ ആവുകയും ഇന്ത്യയുടെ രാഷ്ട്രപതി ആവുകയും ചെയ്ത വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെന്നെ പറയണം? വി ഗിരി. അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ് ഏത്? ജോബ് ഫോർ മില്യൺസ്. ഓക്കെ അല്ലേ? ശരി, ഇന്ത്യ ഡിവൈഡഡ് അതും നമ്മൾ കണ്ടു. ആ 4ാമത്തെ ഓപ്ഷൻ ആയിട്ട് അതാരുടെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ഏത്? ഇന്ത്യ ഡിവൈഡഡ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന് തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കൃതിയുണ്ട്. ഒന്ന് സത്യാഗ്രഹ അറ്റ് ചമ്പാരൻ. ആൻഡ് പിന്നെ ഒരു പുസ്തകം എനിക്ക് തോന്നുന്നു മഹാത്മാഗാന്ധി ആൻഡ് ബീഹാർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. പിന്നെ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ വേറൊരു പുസ്തകമുണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ, അറ്റ് ദ ഫീറ്റ് ഓഫ് ഗാന്ധി. അറ്റ് ദ ഫീറ്റ് ഓഫ് ഗാന്ധി. അത് നമ്മൾ ഗാന്ധിയൻ പഠനങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എന്ത് പഠിക്കുക? ഇത്രയും പുസ്തകങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. ഈ 55 എന്ന് പറഞ്ഞൊരു വർഷം മനസ്സിൽ വെക്കുക. 1947 മുതൽ 64 വരെ നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരി, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്, ലെറ്റേഴ്സ് ടു ചീഫ് മിനിസ്റ്റേഴ്സ്, അതങ്ങനെ ജോബ് ഫോർ മില്യൺസ് വി ഗിരിയുടെ പുസ്തകമാണ്. ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ പുസ്തകമാണ്. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ടാണ്. നോക്കാം. ഇനി നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിലെ ആദിമ മനുഷ്യരും സംസ്കാരവും എന്ന് പറയുന്ന 6ാം ക്ലാസ്സിലെ അസോഷ്യൽ സയൻസിലെ ഒരു ചെറിയൊരു ഭാഗമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ പറയുക BC-AD എന്നാണ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത്. BC-AD അതെന്തായിരുന്നു? കാലക്രമേണ അല്ല കാലഗണന അനുസരിച്ചിട്ടുള്ള ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയാറ്? BC ഇത്ര നൂറ്റാണ്ട്, അല്ലെങ്കിൽ AD ഈ വർഷം എന്നൊക്കെ പറയുന്നത്. അതെന്തായിരുന്നു? BC എന്തായിരുന്നു? ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപുള്ള ഒരു കാലഘട്ടം, ബിഫോർ ക്രൈസ്റ്റ് എന്നും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടം നമ്മൾ AD എന്നും, എങ്ങനെയാണ്? അന്നോ ഡൊമിനി എന്നും നമ്മൾ പറഞ്ഞിരുന്നു. BC എന്നും AD എന്നും നമ്മൾ പറഞ്ഞിരുന്നു. അതിപ്പോ എങ്ങനെയായി? BC എന്നുള്ളത് BCE എന്നായി, ബിഫോർ കോമൺ ഇറ എന്നായി മാറി. ഈ AD എന്നുള്ളത് എന്തായിട്ട് മാറി? CE എന്നായിട്ട് മാറി, അതായത് കോമൺ ഇറ എന്നായിട്ട് മാറി. അപ്പൊ AD എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് അതിപ്പോ എന്താണ്? CE ആണ്. BC എന്ന് പറയുന്നത് എന്താണ്? ബിഫോർ ക്രൈസ്റ്റ് അല്ല, ബിഫോർ കോമൺ ഇറ. അപ്പൊ ആ ഒരു ഭാഗം ഇതിൽ പറഞ്ഞു. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിന് മുൻപും ബിഫോർ കോമൺ ഇറ, BCE പൊതുവർഷത്തിന് ശേഷവും CE. ഓക്കെ, അതെങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? BC എന്നും AD എന്നുമായിരുന്നു. ആരുമായി ബന്ധപ്പെട്ടിട്ട്? നമ്മുടെ ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ആ വർഷം കണക്കാക്കിയിരുന്നത്. അപ്പൊ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വായിച്ചു പോകേണ്ട ഒരു ഭാഗമാണ്. 6ാം ക്ലാസ്സിലാണ്, അപ്പൊ അത് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും. 6ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. അതിനെ പറ്റി ചെറിയ ഭാഗം. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് എന്ത്? മനുഷ്യന്റെ ഫോസിലുകൾ എന്ന് പറയുന്നത് അല്ലെ? മനുഷ്യന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടാണ് അത് അയാളുടെ കാലപ്പഴക്കം അങ്ങനെയൊക്കെ നിർണ്ണയിക്കുന്നത്. അത് ശാസ്ത്രീയമായി നിർണ്ണയിച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ഫോസിലുകളെ
കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിച്ചിട്ടാണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ശരി, എന്താണ് ഫോസിലുകൾ എന്നും പറയുന്നുണ്ട്. അതും 6ാം ക്ലാസ്സിലെ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് മറക്കരുത്. എന്താണ്? ആദിമ മനുഷ്യരും സംസ്കാരവും. ശരി, എന്താണ്? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യരെ എന്നിവയുടെ ശേഷിപ്പുകളെയാണ് എന്തെന്ന് പറയുക? ഫോസിലുകൾ എന്ന് പറയുക. എന്താണ് പറയാ? ഫോസിൽ. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമുണ്ട് അല്ലെ? എന്താണത്? പാലിയന്റോളജി. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി എന്ന് പറയാം. പാലിയന്റോളജി എന്താണ് പറയാ? പാലിയന്റോളജി. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം. അപ്പൊ ഫോസിലുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ആ കാലഗണന നമ്മൾ അല്ലെങ്കിൽ കാലപ്പഴക്കം കണക്കാക്കുന്നതാണ് പറയുന്നത്. ഇതിന് ഏകദേശം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇത് എന്തിലാണ്? പാറകളിൽ അങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ പാറകളുടെ ഉള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന സാധനമാണെന്നാണ് പറയുന്നത്. എന്താണ്? ഫോസിലുകൾ പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയന്റോളജി. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇത് ഏകദേശം ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കം സംഭവിച്ചവയാണ് എന്നാണ് പറയുന്നത്. ശരി, നമുക്കിനി രണ്ടാമത്തെ പ്രസ്താവന ചോദ്യത്തിലേക്ക് പോവാം. ഒരു മാതൃകാ ചോദ്യമാണ്. നോക്കൂ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. ഇവിടെ എന്താണ് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഇത് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് ചെറിയൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണെന്നാ പറഞ്ഞത്? ചാൾസ് ഡാർവിൻ ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ഡാർവിന്റെ പരിണാമം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ശരിയാവാൻ സാധ്യതയുണ്ട്. മനുഷ്യരുടെ ഉത്ഭവം ദീർഘകാലത്തെ ജൈവിക മാറ്റത്തിലൂടെ സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് അതും ശരിയാവാൻ സാധ്യത ഉണ്ട് അല്ലെ? ഒരു കാലക്രമേണയുള്ള മാറ്റത്തെയാണ് അദ്ദേഹം പരിണാമം എന്നൊക്കെ വിളിച്ചത്. നോക്ക്, മൂന്നാമത്തെ പോയിന്റ് ജൈവിക മാറ്റത്തിന്, അങ്ങനെ ഉണ്ടാകുന്ന ജൈവിക മാറ്റത്തിന് അദ്ദേഹം നൽകിയ പേരാണ് എന്ത്? പരിണാമം. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ഇത് SCRTയിലെ പോയിന്റ് ആണ്. അപ്പൊ ഈ പോയിന്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ആണ്. അദ്ദേഹം പറയുന്നത് ഒരുപാട് കാലത്തെ ജൈവിക പരിണാമത്തിലൂടെ അല്ലെങ്കിൽ മാറ്റത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ആ മാറ്റത്തിന് അദ്ദേഹം നൽകിയ പേര് എന്താണ്? അദ്ദേഹം നൽകിയ പേര് പരിണാമം എന്താണ്? ഓക്കെ, അപ്പൊ എന്താണ് ഈ 3 പോയിന്റ് ശരി? 1, 2, 3 ശരിയില്ല, പകരം എന്തുണ്ട്? എല്ലാം ശരി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? എല്ലാം ശരി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നോക്കാം അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ്? 1859 അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. എന്താണ്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. പുസ്തകത്തിന്റെ പേര് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്. അത് പ്രസിദ്ധീകരിച്ച വർഷമാണ് 1859. ആ പുസ്തകത്തിലാണ് മനുഷ്യന്റെ പരിണാമത്തെ പറ്റിയിട്ടുള്ള ഈ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത്, പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത്. എന്താണ്? 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത്. നോക്കൂ, ഡാർവിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. SCRT ടെക്സ്റ്റിലുള്ള ഒരു കട്ടിങ്സ് ആണത്. നോക്കൂ, 1809 അദ്ദേഹം ജനിക്കുന്നത്. 1809 ജനിച്ച ഇംഗ്ലണ്ടുകാരനാണ്. എന്താണ്? ഇംഗ്ലണ്ടുകാരനാണ്. അതാണ് നമുക്കവിടെ നോക്കാനുള്ളത്. ഏത് രാജ്യത്തിൽ ജനിച്ചു എന്ന് ചോദ്യം. പിന്നെ ആരാണ് അദ്ദേഹം? ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. 1809 മനുഷ്യ പരിണാമത്തെ കുറിച്ച് പറയുന്ന വ്യക്തി 1809 ജനിക്കുന്നത്. അദ്ദേഹം ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. കൂടാതെ എന്താണ്? അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിക്കുന്നത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് ജനിക്കുന്നത്. നോക്കൂ, നമുക്ക് ഈ 1809 എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് PSC പഠിക്കുന്ന നമുക്ക് ഓർമ്മ വരേണ്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹവും ഈ കേരളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പരിണാമം നടത്തിയ ഒരാളാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നവോത്ഥാന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി 1809 ജനിച്ചിട്ടുണ്ട് അല്ലെ? കുറച്ചു പേർക്കെങ്കിലും അറിയാം. ആരാണ്? വൈകുണ്ഠസ്വാമി. ആരാണ്? വൈകുണ്ഠസ്വാമി ജനിച്ച വർഷമാണ് 1809. അതേ വർഷത്തിൽ തന്നെയാണ് ആര്? ചാൾസ് ഡാർവിനും ജനിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. കാരണം വൈകുണ്ഠസ്വാമി, നവോത്ഥാന നായകന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ എന്താണ്? മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തികൾ, സമൂഹത്തിലെ പല കാര്യങ്ങളും മാറ്റിമറിച്ച വ്യക്തികൾ എന്നാണ്. മാറ്റങ്ങൾ കൊണ്ടുവന്ന, പരിണാമം കൊണ്ടുവന്ന വ്യക്തികൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ചാൾസ് ഡാർവിൻ ജനിച്ചത് 1809 ഇംഗ്ലണ്ടുകാരനാണ്, പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. ഇനി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? എല്ലാ ജീവജാലങ്ങളും, മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഇതുപോലെ പരിണമിച്ച് രൂപാന്തരപ്പെട്ടു എന്നാണ് അദ്ദേഹം സിദ്ധാന്തത്തിൽ പറയുന്നത്. മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഇന്ന് ഈ നിലയിലെത്താൻ, ഈ രൂപത്തിലെത്താൻ ഒരുപാട്
വർഷം, അനേക ലക്ഷ വർഷത്തിന്റെ ഒരു ജൈവിക പരിണാമം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഈ പുസ്തകം ഒറിജിൻ ഓഫ് ദി സ്പീഷ്യസ് എന്ന് പറഞ്ഞ പുസ്തകം ഇനി എങ്ങാനും SCRT ആയതുകൊണ്ട് ഈ വർഷം മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ശരിയായ ജോഡിയോ തെറ്റായ ജോഡിയോ കണ്ടുപിടിക്കാൻ ഈ വർഷം ചോദിക്കാൻ മനസ്സിൽ വെക്കുക. 1859 എന്താണ് ഒറിജിൻ ഓഫ് ദി സ്പീഷ്യസ്. ഓക്കെ, ചാൾസ് ഡാർവിൻ ഇംഗ്ലണ്ടുകാരനാണ്. നോക്കും നമ്മൾ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് അല്ല, മൂന്നാമത്തെ ചോദ്യം നോക്കാം. അത് ഈ SCRT നമ്മൾ പഠിക്കുന്ന പാഠത്തിലെ ഒരു ചാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതില് ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. A ആണോ ശരി, B ആണോ ശരി, C ആണോ ശരി, D ആണോ ശരി. ഓക്കെ, ഹോമിനോയിഡുകൾ 4 കാലിൽ നടത്തം, ഹോമിനിഡുകൾ ഉപകരണ നിർമ്മാതാക്കൾ, ഹോമോ ഹാബിലിയസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, ഹോമോ ഇറക്ടസ് ബുദ്ധിയുള്ള മനുഷ്യർ. ഇതിൽ ഏതായിരിക്കും തെറ്റ്? ആ ചാപ്റ്റർ വായിച്ചവർക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, പുതിയ ആൾക്കാർ കേൾക്കുക. ചാപ്റ്റർ വായിക്കാത്തവർ നോക്കുക, ഇത് മാത്രമാണ് ശരി. ഏതാണ്? ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് ശരി. അതായത് ഹോമിനോയിഡുകൾ എന്നാൽ 4 കാലിൽ നടത്തം അല്ലെങ്കിൽ 4 കാലിൽ നടക്കുന്ന വിഭാഗത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഹോമിനോയിഡുകൾ. നോക്കാട്ടോ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് ഉണ്ട്, നമുക്ക് നോക്കാം. ഇതേ കിടക്കണം. എങ്ങനെയാണ്? പ്രൈമേറ്റുകൾ അങ്ങനെ പറയുന്ന ഒരു സസ്തനി വിഭാഗം. എന്താണ് പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന ഒരു സസ്തനി വിഭാഗം? ആ വിഭാഗത്തിൽ നിന്നാണ് മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത്. സസ്തനി വിഭാഗമാണ് ഏത്? പ്രൈമേറ്റുകൾ. പ്രൈമേറ്റുകൾ അതിൽ നിന്നാണ് മനുഷ്യന്റെ പരിണാമം ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ശരി, അതിന്റെ പരിണാമം നടക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. പ്രൈമേറ്റുകൾ സസ്തനികളിലെ ഒരു വിഭാഗം. അതിൽ നിന്ന് എന്ത് സംഭവിച്ചു? അതിൽ നിന്ന് ഹോമിനോയിഡുകൾ ഉണ്ടാകുന്നു. എങ്ങനെയാ? 4 കാലിൽ നടത്തം. എങ്ങനെയാണ്? 4 കാലിൽ നടത്തം. പിന്നീട് എന്തായി വന്നു? ഹോമിനിഡുകളായിരുന്നു. എങ്ങനെ? 2 കാലിൽ, ഇരുകാലിൽ നടത്തം. അപ്പൊ നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കാം? ഹോമിനോയിഡുകൾ ഇത്തിരി വലിയ വാക്കല്ലേ, അപ്പൊ 4 കാലിൽ നടത്തം. മനസ്സിലാക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മീൻസ് ഞാനൊരു ജസ്റ്റ് ഒന്ന് കണക്ക് ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതെന്തായി? ഹോമിനിഡുകൾ പെട്ടെന്നായി. അപ്പൊ എന്തായി? 2 കാലിൽ നടത്തം. ഹോമിനോയിഡുകൾ 4 കാലിലും, ഹോമിനിഡുകൾ 2 കാലിലും. ഹോമിനോയിഡുകൾ 4 കാലിലും, ഹോമിനിഡുകൾ 2 കാലിലും. കിട്ടിയേ? ഈ ഹോമിനിഡുകൾ തന്നെ 2ആയി മാറി. ഒന്ന് ഹോമോ എന്ന് പറഞ്ഞൊരു വിഭാഗവും ഒന്ന് ആസ്ട്രലോപിത്തേക്കസ് എന്ന് പറഞ്ഞൊരു വിഭാഗവുമായിട്ട് മാറുന്നു. എങ്ങനെയാണ്? പ്രൈമേറ്റുകൾ എന്ന് പറയുന്ന സസ്തനി വിഭാഗത്തിൽ നിന്ന് ഹോമിനോയിഡുകൾ ഉണ്ടാകുന്നു 4, ഹോമിനിഡുകൾ ഉണ്ടാകുന്നു 2, അത് 2ആയി തിരിയുന്നു. ആസ്ട്രലോപിത്തേക്കസും ഹോമോ എന്ന് പറഞ്ഞ വിഭാഗമായിട്ട് മാറുന്നു. ഈ ഹോമോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹോമോ വീണ്ടും 3 ആവുന്നുണ്ട്. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. നോക്കാതെ എന്താണ് പ്രത്യേകത? ഹാബിലിസ്, ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കൾ. ഉപകരണം ഉണ്ടാക്കുന്നത് അവർക്കൊരു ഹാബിറ്റ് ആണ്. അങ്ങനെ പറഞ്ഞാലോ? ഹാബിറ്റ് ആണ്. അപ്പൊ എന്താ അല്ലെ? ഹാബിറ്റ് ആണ്, അവർക്കൊരു ഹാബിറ്റ് ആണ് ഉപകരണം ഉണ്ടാക്കുന്നത്. അപ്പൊ ഹാബിലസ് ഉപകരണം ഉണ്ടാക്കുന്നവര്. ഇറക്ടസ് അല്ലെ? ഇറക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഒരു ആക്ഷനോട് കൂടി പഠിച്ചാൽ കിട്ടി. ഇറക്ടസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവർന്നു നിൽക്കുന്നവർ. ഇറക്ടസ് സ്റ്റഡി ആയി. ഓക്കെ, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ, ബുദ്ധിയുള്ള മനുഷ്യർ. നമ്മൾ ഹോമോസാപ്പിയൻസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ വിഭാഗത്തിനെ പറയുന്നത് ഹോമോസാപ്പിയൻസ് എന്നാണ്. അപ്പൊ ഒറ്റ പ്രാവശ്യം കൂടി നോക്കുക. ഒരു സസ്തനി വിഭാഗമുണ്ട്, പ്രൈമേറ്റുകൾ. ഓക്കെ, അതിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഹോമിനോയിഡുകൾ എന്ന് പറയുന്ന 4 കാലിൽ നടക്കുന്ന വിഭാഗം ഉണ്ടാകുന്നു. അതിൽ നിന്ന് എന്തുണ്ടാകുന്നു? ഹോമിനിഡുകൾ എന്ന് പറയുന്ന 2 കാലിൽ നടക്കുന്ന വിഭാഗം ഉണ്ടാകുന്നു. അവിടെ നിന്ന് ഹോമോ എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകുന്നു. അതിൽ നിന്ന് 3 ഹോമോ ഹാബിലസ്, ഹാബിറ്റ് എന്താണ്? ഉപകരണ നിർമ്മാതാക്കൾ. ഇറക്ടസ് നിവർന്നു നിൽക്കുന്നവർ. നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ഒപ്പം പറയണം. ഇറക്ടസ് എന്ന് പറയുന്നത് നിവർന്നു നിൽക്കുന്നു. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് ബുദ്ധിയുള്ള മനുഷ്യന്മാര്. നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യന്മാര്, ഹോമോ സാപ്പിയൻസ്. അപ്പൊ ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കലണ്ടർ വന്നു. മധ്യശിലായുഗത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത അല്ലാത്തത് ഏത്? എങ്ങനെയാണ്? മധ്യശിലായുഗത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? അല്ലാത്തത് നോക്കണം കേട്ടോ, തെറ്റരുതേ. അല്ലാത്തത് ഏത്? സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഭക്ഷണമാക്കി. കൃഷി ആരംഭിച്ചു. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രമാക്കി. നോക്ക്, ഈ പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പോൾ എന്താ? അല്ലാത്തത് ഒറ്റ എണ്ണ തെറ്റുണ്ടാവാൻ സാധ്യതയുള്ളൂ. ABCD അല്ലേ? ഒറ്റ എണ്ണാണ് തെറ്റുണ്ടാവാൻ സാധ്യതയുള്ളൂ. നോക്കാം. അപ്പൊ ഈ ഒരു പ്രാചീന ശിലായുഗം ഉണ്ട്. പ്രാചീനം, മധ്യശിലായുഗം,
നവീന ശിലായുഗം. ഇങ്ങനെ മൂന്നെണ്ണാണ്. എങ്ങനെയാണ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അപ്പൊ ഈ പ്രാചീന ശിലായുഗത്തിൽ ഒന്നും അറിയില്ല, കിട്ടിയത് മുഴുവൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഷേപ്പ് ആക്കാനൊന്നും അറിയില്ല. അപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാം? സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉണ്ടാക്കാനൊന്നും എവിടെ അറിയില്ല? പ്രാചീന ശിലായുഗത്തിൽ അറിയുണ്ടാവില്ല. അപ്പൊ അത് എന്തിന് സാധ്യത ഉണ്ട്? മധ്യശിലായുഗത്തിന്റെ സവിശേഷതയാകാൻ സാധ്യതയുണ്ട്. ശരിയാവണം എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്, സാധ്യത അല്ലെ. ഓക്കെ. പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഭക്ഷണമാക്കി. നോക്കൂ, നമ്മൾ കേട്ടിട്ടുണ്ട് ആദിമ മനുഷ്യൻ കാട്ടുതീയിലൊക്കെ കത്തിക്കരിഞ്ഞ മാംസങ്ങളൊക്കെ കഴിച്ചു എന്നാണ് നമ്മൾ കേട്ടിട്ട്. അവർക്ക് പുല്ല് ഏതാ മത്സ്യം ഏതാന്ന് തിരിച്ചറിയണം എന്നുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരിക്കലും അത് എന്തായിരിക്കാൻ സാധ്യതയില്ല? പ്രാചീന ശിലായുഗം ആവാൻ സാധ്യതയില്ല. അങ്ങനെ ഒന്ന് വിചാരിക്കുക. ഒരു 50-50 നമുക്ക് കട്ട് ചെയ്ത് കളയണല്ലോ. ശരി, കൃഷി ആരംഭിച്ചു. ഒരു കാലത്തും അത് സാധ്യതയില്ല. ഏത്? പ്രാചീന ശിലായുഗം ആവാനും സാധ്യതയില്ല, അതുപോലെ തന്നെ മധ്യശിലായുഗം ആവാനും സാധ്യതയില്ല. കാരണം അത് കുറച്ചും കൂടി അഡ്വാൻസ് ആണല്ലേ കൃഷി എന്ന് പറയുന്നത്. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രമാക്കി. അത് മധ്യശിലായുഗത്തിന്റെ സവിശേഷം അല്ലാത്താണ് കേട്ടോ നമ്മൾ പറയണത്. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രമാക്കി. അപ്പൊ ആദിമ മനുഷ്യന് അങ്ങനെ വസ്ത്രം ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നീടായിരിക്കാം അവര് മരത്തോലും മൃഗത്തോലൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അതും എന്തല്ല, ഒരു മധ്യശിലായുഗത്തിന്റെ ഒരു പോയിന്റ് ആയിട്ട് വരാൻ സാധ്യതയില്ല. നോക്കൂ, സൂക്ഷ്മശില ഉപകരണങ്ങൾ. അപ്പൊ മധ്യശിലായുഗമാണെങ്കിൽ ശരിയാണ്, ഇത് ശരിയാണ്. പ്രാചീന ശിലായുഗമല്ല. പുല്ലിനങ്ങളും മത്സ്യങ്ങളും ശരിയാവാൻ സാധ്യതയുണ്ട്. കൃഷി ആരംഭിച്ചത് കുറച്ചും കൂടി അഡ്വാൻസ് ആണ്. അപ്പൊ അതല്ല. മരത്തോലും മൃഗത്തോലും ഓക്കെ ആണ്. അപ്പൊ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഇതിലെ തെറ്റ്. നമുക്കൊരു ചാർട്ടും കൂടി പറയുമ്പോൾ അതൊന്നും കൂടി മനസ്സിലാവും കേട്ടോ. നോക്കൂ, ആദിമ മനുഷ്യർ ചുറ്റുപാടുകളിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകൾ ആയുധമാക്കി എന്നാണ് പറയുന്നത്. ആദിമ മനുഷ്യർ പരുക്കൻ കല്ലുകളാണ്. അതിനെ പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടാക്കുകയോ സൂക്ഷ്മമാക്കുകയോ ഉപകരണങ്ങളാക്കുകയോ ഒന്നും ചെയ്താർന്നില്ല. അപ്പൊ എന്താണ്? ആദിമ മനുഷ്യൻ ചുറ്റുപാടുകളിൽ നിന്ന് പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. കല്ല് ഉപയോഗിച്ച കാലഘട്ടത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ശിലായുഗം എന്ന് പറഞ്ഞു അല്ലെ. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിച്ചു? ശിലായുഗം എന്ന് വിളിച്ചു. ഓക്കെ അല്ലേ? ശരി, ഇനി ആ ശിലായുഗത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ്? ആ ശിലായുഗത്തിനെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് പ്രാചീന ശിലായുഗം, ഒന്ന് മധ്യശിലായുഗം, ഒന്ന് നവീന ശിലായുഗം. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. നോക്കാം, ഒരു ചാർട്ട് കൂടി ഉണ്ട്. ഓക്കെ, ഇതും കൂടി കംപ്ലീറ്റ് ആയി. നോക്കൂ, ചിത്രം അടക്കമുണ്ട്. ആദ്യ കാലഘട്ടം എന്താണ്? പ്രാചീന ശിലായുഗമാണ്. എന്താ സംഭവിച്ചത്? ശിലായുഗത്തിലെ ആദ്യ ഘട്ടമാണ്. നമുക്കറിയാം, പ്രാചീന ശിലായുഗമാണ് ആദ്യത്തെ ഘട്ടം. എന്ത് സംഭവിച്ചു? പരുക്കൻ കല്ലുകൾ ഉപകരണമാക്കി. അതായത് ഇവർക്ക് ഇതൊന്നും അറിയില്ല, ഷെയ്പ്പാക്കാനോ പൊട്ടിക്കാനോ ചെറുതാക്കാനോ ഒന്നും അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിട്ടുണ്ടായിരിക്കും? പരുക്കൻ കല്ലുകൾ കിട്ടിയത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അത് പ്രാചീന ശിലായുഗത്തിന്റെ ഒരു എന്താണ് പ്രത്യേകതയാണ്. ഇനി നോക്ക്, ശേഖരണവും വേട്ടയാടലും ഉപജീവന മാർഗമാക്കി. വേട്ടയാടിയിട്ടാണ് അവര് ആദിമ മനുഷ്യര് ജീവിച്ചാർന്നത്. ആ കിട്ടിയതിനെ മുഴുവൻ കഴിച്ചു എന്ന് വെക്കുക, ബാക്കിയുള്ളതോടെ ശേഖരിച്ചു വെച്ചു എന്ന് അങ്ങനെ ഒന്ന് പഠിക്കുക. അപ്പൊ പ്രാചീന ശിലായുഗം ഈ SCRT പാഠത്തിൽ പറഞ്ഞ, ഈ 6ാം ക്ലാസ്സിൽ പറഞ്ഞ, ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ ഈ ഒരു ഭാഗത്തു നിന്നുള്ള 3 പോയിന്റേ ഉള്ളൂ. ഒന്ന്, ശിലായുഗത്തിലെ ആദ്യഘട്ടമാണ് പ്രാചീന ശിലായുഗം. പരുക്കൻ കല്ലുകൾ ഉപകരണമാക്കിയ കാലഘട്ടമാണ്. ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കിയ കാലഘട്ടമാണ്. ഇനി അതൊന്ന് മധ്യശിലായുഗത്തിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിച്ചു? ചിത്രത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലെ. നോക്കൂ, എന്തൊക്കെയോ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. നോക്കൂ, ഈ പരുക്കൻ കല്ലുകൾ മാറിയിട്ട് എന്തായി മാറി? സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ദെൻ ഭക്ഷ്യയോഗ്യമായത് പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഭക്ഷണമാക്കി. അപ്പൊ ഭക്ഷ്യയോഗ്യമായത് ഏതാണ് എന്താണ് എന്നുള്ളത് മധ്യശിലായുഗത്തിലാണ് കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് കിട്ടിയത് മുഴുവൻ കഴിക്കലായിരുന്നു. മധ്യശിലായുഗത്തിലെത്തിയപ്പോൾ ഭക്ഷ്യയോഗ്യമായത് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചു. അപ്പൊ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. നമ്മൾ ആ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ആദിമകാലത്ത് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തില് വസ്ത്രത്തെ പറ്റി പറയുന്ന പോലുമില്ല. നോക്കൂ, ഇവിടെ എത്തിയപ്പോൾ അവർക്ക് ഒരു പക്ഷേ മൃഗത്തോല്, ഈ ചത്ത മൃഗങ്ങളെ അല്ലെങ്കിൽ ആ തോല് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രമാക്കി. അപ്പൊ മധ്യശിലായുഗം കഴിഞ്ഞു. 3 അതില് 3. ഈ നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ചിത്രം കണ്ടാലും അറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പഴയതായിട്ടിരിക്കുന്ന ചില ഉപകരണങ്ങളുമായിട്ട് അതിന് എന്തോ ഒരു ബന്ധം കാണുന്നുണ്ട്. നോക്കൂ, കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട മിനുസമുള്ള ഉപകരണങ്ങൾ, പരുക്കങ്കല്ല്, സൂക്ഷ്മശില ഉപകരണങ്ങൾ അതെന്തായി മാറുന്നു? കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട മിനുസമുള്ള ഉപകരണങ്ങളായിട്ട് മാറുന്നു. ഉപകരണങ്ങൾ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങി. മീൻസ് പുല്ലിനങ്ങൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകാം. അതിന്റെ ഭാഗമായിട്ട് നവീന ശിലായുഗത്തിൽ എന്ത് സംഭവിച്ചു? കൃഷി ആരംഭിച്ചു. നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്.
ചക്രം കണ്ടുപിടിച്ചു, മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങാനും തെറ്റി വരികയാണെങ്കിൽ നവീന ശിലായുഗത്തിലാണ് എന്ത് സംഭവിച്ചത്? കൃഷി ആരംഭിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചക്രം കണ്ടുപിടിക്കുകയും ചെയ്തത് എന്നാണ്? നവീന ശിലായുഗത്തിലാണ്. നോക്കൂ മക്കളെ, എങ്ങനെയാണ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഈ കൃഷി അതുപോലെ തന്നെ ചക്രം കണ്ടുപിടിക്കുക, ഇതാണ് ഓക്കെ അല്ലേ? അപ്പൊ ഇതുവരെ ഓക്കെ അല്ലേ? ഇപ്പൊ ഏകദേശം ഒരു പിക്ചർ ആയിട്ടുണ്ട് അല്ലേ? ആദിമ മനുഷ്യനെ പറ്റിയിട്ട് ഒരു ചെറിയ പിക്ചർ ആയിട്ടുണ്ട്. 2-3 പ്രാവശ്യം കേൾക്കണേ. ശരി, എന്താണിത്? ബിംബേഡ്ക അങ്ങനെ സാധനം എന്തത്? ഓക്കെ, ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാകേന്ദ്രം. എന്താണ്? ആദിമ മനുഷ്യരെ താമസിച്ചിരുന്ന ഒരു ഗുഹാ കേന്ദ്രമായിരുന്നു എത്ര? ബിംബേഡ്ക. ആ ബിംബേഡ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അവിടെ എന്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേ? കണ്ടോ, ഗുഹാ ചിത്രങ്ങൾ കണ്ടോ? ഈ ചിത്രങ്ങൾ വെച്ചിട്ടാണ് ആദിമ മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നൊക്കെ കണ്ടെത്തിയത്. നമുക്കറിയില്ല എന്താണ് അത്. നല്ല ബുദ്ധിയുള്ള ഒരുപാട് ചരിത്ര ഗവേഷകര് മുന്നോട്ടിറങ്ങിയിട്ടാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണ്? ഈ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് ബിംബേഡ്ക സ്ഥിതി ചെയ്യുന്നത്? ആ ഒറ്റ ചോദ്യം മാത്രമാണ് നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നത്. അത് ഏതാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ അല്ലേ? ശരി, ദേ കിടക്കണം അടുത്ത ചോദ്യം. 5ാമത്തെ ചോദ്യം എങ്ങനെയാണ്? വെങ്കലത്തിന്റെ, നോക്കൂ, ശിലായുഗമൊക്കെ മാറി നമ്മൾ എന്തിലേക്ക് വന്നു? വെങ്കല യുഗത്തിലേക്ക് വന്നു. നോക്കൂ, വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളിൽ ശരിയായത്. വെങ്കലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഹക്കൂട്ടാണ് അല്ലെ? അപ്പൊ അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് അഡ്വാൻസ് ആയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളിൽ ശരിയായത് ഏത്? വെങ്കല ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് കാരണമായി. സ്വാഭാവികമായിട്ട് അത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഈ വെങ്കല പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചതല്ലേ? അപ്പൊ അത് വെച്ചിട്ട് അന്നത്തെ കാലത്ത് കൃഷിക്ക് തന്നെയാണ് അവർ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടാവുക. ശരിയാണ്. കാർഷികോൽപാദനത്തിന്റെ വർധനവിന് കാരണമായി. ശരിയല്ലേ? കൃഷിയിടങ്ങൾ വലുതായെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? കാർഷികോൽപാദനം കൂടിയിട്ടുണ്ടായിരിക്കും. ഇത് ശരിയാണെങ്കിൽ ഇതും ശരിയാണ്. കൃഷിയിടങ്ങൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിട്ടുണ്ടായിരിക്കും? കാർഷികോൽപാദനത്തിന് വർധനവുണ്ടായിരിക്കും. ഈ 3ാമത്തെ പോയിന്റ് നോക്കൂ. കാർഷിക ഉൽപാദനത്തിലെ വർധനവ് എന്തിനു കാരണമായി? ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. നോക്കൂ, 3ാമത്തെ പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന് വർധനവ് ഉണ്ടായാൽ കൃഷി ചെയ്തത് മുഴുവൻ ഉപയോഗിക്കില്ലല്ലോ ഒരാള്. അപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അത് കൈമാറ്റം നടത്തിയിട്ടുണ്ടായിരിക്കും. ഒരുപാട് കൈമാറ്റം നടത്തിയ സമയത്ത് കൃത്യമായിട്ടുള്ള കൈമാറ്റത്തിന് ഒരു കേന്ദ്രം, അതൊരു കൈമാറ്റത്തിന്റെ ഒരു കേന്ദ്രം അവര് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെ വെച്ചിട്ട് കൈമാറ്റം ചെയ്യുന്ന അതിന്റെ പുതിയ രൂപമാണ് ഈ ചന്ത എന്നൊക്കെ പറയുന്നത് അല്ലെ? അപ്പൊ ഇത് ശരിയാണെങ്കിൽ ഇത് ശരിയാണ്, ഇത് ശരിയാണ്. കൈമാറ്റ കേന്ദ്രങ്ങൾ മെല്ലെ എന്തായി മാറി? പട്ടണങ്ങളായി മാറി. ആ പട്ടണങ്ങൾ മെല്ലെ നഗരങ്ങളായും മാറുന്നതിന് വഴിയൊരുക്കി. സ്വാഭാവികമായിട്ട് ഈ 10 ആൾ കൂടുന്ന സ്ഥലമാണ് പിന്നീട് നഗരമായിട്ട് മാറുന്നതും പട്ടണമായിട്ട് മാറുന്നതും ഒക്കെ അല്ലെ? കുറച്ച് ആളുകൾ ഈ സാധന കൈമാറ്റത്തിന് വേണ്ടി സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലം മെല്ലെ മെല്ലെ വികസിച്ച് ചെറിയൊരു പട്ടണമാകുന്നു, അത് നഗരമാകുന്നു. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ 4 പോയിന്റും ശരിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. ഈ 4 പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1, വെങ്കല ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷികോൽപാദനത്തിന്റെ വർധനവിന് കാരണമായിട്ടുണ്ട്. കാർഷിക ഉൽപാദനത്തിലെ വർധനവ് എങ്കിലും മാറ്റി കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും കാരണമായിട്ടുണ്ട്. ദെൻ കൈമാറ്റ കേന്ദ്രങ്ങൾ പട്ടണങ്ങളായും നഗരങ്ങളായും മാറുന്നതിന് വഴിയൊരുക്കിയിട്ടുണ്ട്. 1, 2, 3, 4 ശരി, എല്ലാം ശരിയാണ്. ഒന്നെങ്കിൽ എല്ലാം ശരി, അല്ലെങ്കിൽ എന്താണ്? 1, 2, 3, 4 ശരി. 1, 2, 3, 4 ശരി. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ 5 ക്വസ്റ്റ്യൻ പഠിച്ചു. അതിൽ ഒരു മനുഷ്യന്റെ ഹോമോ ഇറക്ടസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെ? ഇറക്ടസ് എന്ന് പറഞ്ഞാൽ നിവർന്ന് പെട്ടെന്ന് ചോദിക്കുകയാണെ. പിന്നെ ഹോമോ ഹാബിലസ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഉപകരണം? ഹാബിലസ്. സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാർ അല്ലെ? ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ 4 കാലില്, ഹോമിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ 2 കാലില്. ഓക്കെ. പ്രാചീന ശിലായുഗത്തിൽ കൃഷിയുണ്ടോ? ഇല്ല. നവീന ശിലായുഗത്തിൽ കൃഷിയുണ്ടോ? ഉണ്ട് അല്ലെ? പുതിയ ഉപകരണങ്ങൾ, മിനുസമുള്ള ഉപകരണങ്ങളൊക്കെ, വളരെ നല്ല രസത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായത് എവിടെയാണ്? നവീന ശിലായുഗത്തിലാണ്. ചക്രം കണ്ടുപിടിച്ചത് എവിടെയാണ്? നവീന ശിലായുഗത്തിലാണ്. മൺപാത്ര രൂപീകരണം ഉണ്ടായത് നവീന ശിലായുഗത്തിലാണ്. ബിംബേഡ്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് ആൾക്കാർ പുസ്തകങ്ങൾ പറഞ്ഞു അല്ലെ? 4 പോയിന്റായി. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്. വെങ്കല യുഗം എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമ്മള് മനുഷ്യര് ആദ്യം ഉപയോഗിച്ച ലോഹമാണ് ഏത്? ചെമ്പ് എന്ന് പറയുന്നത് അല്ലെ? എന്ത്? ഇരുമ്പ് അറിയണ്ടായിരുന്നില്ല എന്നാണ് പറയണത് കേൾക്കുന്നത്. എങ്ങനെയാണ്? മനുഷ്യർ ആദ്യം ഉപയോഗിച്ച
മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ചെമ്പാണ്. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച ആ ഒരു കാലഘട്ടത്തിനെ എന്ത് വിളിച്ചു? ലോഹയുഗം എന്ന് വിളിച്ചു അല്ലെ. ശില കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിച്ചു? ശിലായുഗം എന്ന് വിളിച്ചു. ആ ശിലായുഗത്തെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു: പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇതെന്താണ്? ലോഹങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ എന്ത് വിളിച്ചു? ലോഹയുഗം എന്ന് വിളിച്ചു. പക്ഷേ മണ്ണുഴുതു മറിക്കാനും മരം മുറിക്കാനുള്ള കാഠിന്യം എന്തിനില്ല? ചെമ്പിനില്ല. ചെമ്പ് കൊണ്ടുള്ള ഉപകരണത്തിന് എന്തില്ല? ഉറപ്പില്ല. ഉപകരണമാക്കി മാറ്റാനുള്ള കാഠിന്യമുള്ള ഒരു ഉപകരണമാക്കി മാറ്റാനുള്ള ഉറപ്പില്ലാത്തത് കൊണ്ട് എന്തുണ്ടായി? ചെമ്പും ഈയവും ചേർത്ത് പുതിയൊരു ലോഹസങ്കരം നിർമ്മിക്കപ്പെട്ടു. അതാണ് ഏത്? വെങ്കലം. അപ്പൊ ഈ വെങ്കല ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിൽ നമ്മൾ എന്ത് വിളിച്ചു? വെങ്കല യുഗം എന്ന് വിളിച്ചു. എന്തുണ്ടായി? മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെമ്പാണ്. ഇരുമ്പിനെ പറ്റി അവർക്ക് അറിവുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ലോഹങ്ങൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ നമ്മൾ എന്ത് വിളിച്ചു? ലോഹ യുഗം എന്ന് വിളിച്ചു. ആ ലോഹം കൊണ്ട് അവർക്കുള്ള വർക്ക് നടക്കുന്നില്ല. അങ്ങനെ ചെമ്പിനോട് കൂടിയിട്ട് എന്ത് ചേർത്തു? ഈയവും ചേർത്തു പുതിയൊരു ലോഹസങ്കരം അല്ലെങ്കിൽ ഒരു പുതിയൊരു കൂട്ട് അവർ തയ്യാറാക്കി. അതിനെ നമ്മൾ എന്ത് പറയും? വെങ്കലം എന്ന് പറയും. ഈ വെങ്കല ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക? വെങ്കല യുഗം എന്ന് പറയാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു അല്ലേ. അങ്ങനെ വെങ്കല യുഗത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് നേരത്തെ നമ്മൾ പഠിച്ചത്. അപ്പൊ 4 പോയിന്റും ശരിയാണ്. ആ വെങ്കല യുഗം എന്താണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ചെമ്പ് ഉപയോഗിച്ച ആദ്യത്തെ ലോഹമാണ്. ചെമ്പിനോട് ചേർത്ത് ഈയം ചേർത്തിട്ടുണ്ടാക്കിയ ലോഹസങ്കരമാണ് ഇത് വെങ്കലം എന്ന് പറയുന്നത്. വെങ്കല യുഗം. അപ്പൊ ശിലായുഗം പഠിച്ചു, വെങ്കലയുഗം പഠിച്ചു, ശിലായുഗത്തിൽ തന്നെ 3 പഠിച്ചു. ഇനി SCERTയിലെ ഒരു വർക്കാണിത്. അപ്പൊ അത് ശിലായുഗത്തിലെ മനുഷ്യനും വെങ്കലയുഗത്തിലെ മനുഷ്യനും തമ്മിലുള്ള ആ ഒരു താരതമ്യ പഠനം ആണത്. ശിലായുഗത്തിലെ മനുഷ്യനും വെങ്കലയുഗത്തിലെ മനുഷ്യനും തമ്മിലുള്ള താരതമ്യ പഠനം. ശിലായുഗത്തിലെ ശില ആയുധമാക്കി, ശിലായുഗത്തിലെ ശില ആയുധമാക്കി, വെങ്കലയുഗത്തിൽ വെങ്കലം ആയുധമാക്കി. കല്ല് മീൻസ് ശില. ശിലായുഗത്തിലെ മനുഷ്യൻ എന്താക്കി? ശില ആയുധമാക്കി. വെങ്കലയുഗത്തിൽ വെങ്കലം ആയുധമാക്കി. ശിലായുഗത്തിൽ തന്നെയാണ് കൃഷി ആരംഭിക്കുന്നത്. ഏത് ശിലായുഗത്തിലെ? നവീന ശിലായുഗത്തിലാണ് എന്തുണ്ടാവുന്നത്? കൃഷി ആരംഭിക്കുന്നത്. നവീന ശിലായുഗത്തിൽ തന്നെയാണ് ചക്രം കണ്ടുപിടിക്കുന്നത്. അപ്പൊ കൃഷി ആരംഭിച്ചു. ഇവിടെ എന്തുണ്ടായി? ആ ആരംഭിച്ച കൃഷി വെങ്കലയുഗത്തിലെ വ്യാപനം അല്ലെ. നമ്മൾ ആ പോയിന്റിൽ പഠിച്ചു, 5ാമത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ് അല്ലെ. വെങ്കലയുഗത്തിന്റെ അല്ലെങ്കിൽ വെങ്കല ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി വ്യാപിക്കുന്നത്. അപ്പൊ ഇവിടെ ആരംഭിച്ച കൃഷി ഇവിടെ വ്യാപിച്ചു. ചക്രം കണ്ടുപിടിച്ചു, മൺപാത്രങ്ങൾ ആരംഭിച്ചു. ഇവിടെ നോക്കൂ, ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിന് കേന്ദ്രങ്ങൾ ഉണ്ടായി. നഗരങ്ങളും പട്ടണങ്ങളും രൂപാന്തരപ്പെട്ടു. നമ്മൾ പറഞ്ഞല്ലോ, ഈ സാധനങ്ങൾ അമിത ഉൽപാദനം നടന്നപ്പോൾ അത് കൈമാറ്റം സംഭവിച്ചു. കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി സ്ഥിരമായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചു. അത് കൈമാറ്റ കേന്ദ്രമായിട്ട് മാറി, ചെറിയ പട്ടണമായിട്ട് മാറി, പിന്നീട് അത് എന്തായിട്ട് മാറി? അത് നഗരങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പൊ ഈ ഒരു ചെറിയൊരു ബോക്സ് പഠിക്കണേ. ശിലായുഗത്തിൽ ഇതൊന്നും കുഴപ്പമില്ല. ഇവിടെ 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 ഈ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ 3 പോയിന്റും കൃഷിയുടെ വ്യാപനമാണ് സംഭവിച്ചത്. ഉൽപ്പന്ന കൈമാറ്റത്തിനുള്ള കേന്ദ്രങ്ങളാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നഗരങ്ങളും പട്ടണങ്ങളും രൂപാന്തരപ്പെട്ടു. 6ാമത്തെ ചോദ്യം വീണ്ടും വെങ്കലയുഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ശ്രദ്ധിക്കണം. വെങ്കലയുഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ ശരിയായ പ്രസ്താവന തന്നെയാണ്. എന്താണ് ശരിയായ പ്രസ്താവന? ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടം. നമ്മൾ ഇത്ര നേരം കേട്ടതിൽ നിന്ന് അത് ശരിയാണ്. ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ്. ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടം. ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപപ്പെട്ടു. സ്വാഭാവികമല്ലേ? ഇത് സംഭരിക്കുമെങ്കിൽ എന്തായിട്ടുണ്ടായിരിക്കും? ഇത് കൈമാറ്റം ചെയ്യാനുള്ള ഒരു പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. അത് ശരിയാവാൻ സാധ്യതയുണ്ട്. ശരി എന്നല്ലാട്ടൊന്നും പറയുന്നത്, ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ. എന്താണ്? അത് ശരിയാവാൻ സാധ്യത ഉണ്ട്. എഴുത്തുവിദ്യ രൂപം കൊണ്ടു. അത് നമുക്ക് എന്നെ കണക്ട് ചെയ്യാം. സാധനങ്ങൾ സംഭരിച്ചു, ഇത് കൈമാറ്റം ചെയ്തു. ഇതൊക്കെ എന്ന് എഴുതി വെക്കണ്ടേ? അപ്പൊ എഴുത്തുവിദ്യ രൂപം കൊണ്ടു എന്ന് നമുക്ക് പറയാം. ഒരു 50-50 ചാൻസ് ആണേ. എഴുത്തുവിദ്യ രൂപം കൊണ്ടു എന്ന് പറയാം. അപ്പൊ ഇതും ശരിയാവാൻ സാധ്യതയുണ്ട്. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചു. ഇത് ശരിയാണ്. ആ പോയിന്റ് അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ ആ ഭാഗം വായിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലാത്തവർ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് ശരിയാണ്. എന്ത്? നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചു. അത് ശരിയാണ്. എഴുത്തുവിദ്യ രൂപം കൊണ്ടു ശരിയാണ്. കാർഷികോൽപ്പന്നം കൈമാറ്റം ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്താണ് പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു. പിന്നെന്ത് പറഞ്ഞു? ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് ഏത്? ഇത്. അപ്പൊ എന്ത് ഉത്തരം വരും? 4 ശരിയാണ്, 3 ശരിയാണ്, 2 ശരിയാണ്, 1 ശരിയാണ്. എല്ലാം ശരി. ഒന്നുകൂടി ചോദ്യത്തിലേക്ക് വരിക.
കണക്റ്റഡ് പോയിന്റ് ആണ്. ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി, സംഭരിച്ചത് കൈമാറ്റം ചെയ്യാൻ തുടങ്ങി, കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ ഉണ്ടാക്കി തുടങ്ങി, അതൊക്കെ എഴുതി വെക്കാനുള്ളൊരു എഴുത്ത് വിദ്യ രൂപം കൊണ്ടു. അങ്ങനെ എഴുത്ത് വിദ്യ രൂപം കൊണ്ട് നാലാമത്തെ പോയിന്റാണ് നമുക്കൊന്ന് കണ്ടെത്തി പഠിക്കാനുള്ളത്. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ച കാലഘട്ടം. ഓക്കെ, അപ്പൊ എല്ലാ പോയിന്റും ശരിയാണ്. വെങ്കല യുഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 പോയിന്റ് പഠിച്ചു. വെങ്കലം എന്തുമായി ചേർന്നതാണെന്ന് പറഞ്ഞു, എന്തുമായി ചേർന്നതാണ്? ഈയം, ചെമ്പ്. ശരി, നോക്കൂ, ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്. ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. നോക്കൂ, ഒരു സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്ന പട്ടണങ്ങൾ ഉണ്ടായി നമ്മൾ പറഞ്ഞില്ലേ, അതൊരു റൂമിന്റെ ഉള്ളിലാണ് സംഭരിച്ചെന്ന് പഠിച്ചു. അപ്പോൾ റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക ഉണ്ടായി എന്ന് പഠിച്ചു. എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം, സാധനം കിട്ടിയാൽ മതി. എങ്ങനെയാണ്? ഇഷ്ടിക നിർമ്മാണവും തുണി നെയ്ത്തും ആരംഭിച്ച കാലഘട്ടമാണ് വെങ്കലയുഗത്തിലാണ്. ഇനി വെങ്കലയുഗത്തിലെ മനുഷ്യത്തിലുണ്ടായ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ, നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്നതിന്റെ വേറൊരു രീതിയാണ് ഇത് വെങ്കലയുഗ സംസ്കാരങ്ങൾ. കാരണം വെങ്കലയുഗത്തിലാണ് ഈ നദീതട സംസ്കാരങ്ങൾ രൂപം കൊണ്ട്, നേരത്തെ പോയിന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെങ്കലയുഗ സംസ്കാരങ്ങളെ നമ്മൾ നദീതട സംസ്കാരങ്ങളെന്നും അല്ലെങ്കിൽ നദീതട സംസ്കാരങ്ങളെ വെങ്കലയുഗ സംസ്കാരങ്ങളെന്നും പറയാറുണ്ട്. എന്താണത്? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഓക്കെ, അങ്ങനെ വെങ്കലയുഗത്തിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട 4 സംസ്കാരങ്ങളാണ്. ഒന്ന് ഹരപ്പൻ സംസ്കാരം, ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സിന്ധു നദീതട സംസ്കാരം. എങ്ങനെയാണ്? സിന്ധു നദീതട സംസ്കാരം. മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം എവിടെയാണ്? ഇറാഖിലാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം, ഈജിപ്ത്. പിന്നെ നോക്കല്ലേ, ചൈനീസ് സംസ്കാരം ചൈനയിലാണ്. എങ്ങനെയാണ്? വെങ്കലയുഗ സംസ്കാരങ്ങളെ പൊതുവെ നമ്മൾ പറയുന്ന പേരാണ് നദീതട സംസ്കാരങ്ങൾ. നദീതടത്തിന്റെ കേന്ദ്രീകരിച്ചിട്ടാണ്, നദിയുടെ തീരത്താണ് പലപ്പോഴും ഈ സംസ്കാരങ്ങൾ രൂപം കൊണ്ടുവന്ന് അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്തും പറയാം, വെങ്കലയുഗ സംസ്കാരങ്ങൾക്കൊപ്പം തന്നെ എന്തും പറയാം, നദീതട സംസ്കാരങ്ങൾ എന്നുകൂടി പറയാം. അങ്ങനെ ഉണ്ടായ 4 നദീതട സംസ്കാരങ്ങളാണ് ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം ഇറാഖുമായി ബന്ധപ്പെട്ട്, ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്തുമായി ബന്ധപ്പെട്ട്, ചൈനീസ് സംസ്കാരം ചൈനയുമായി ബന്ധപ്പെട്ട്. ഓക്കെ അല്ലേ? ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത്, വെങ്കല യുഗം. വെങ്കലയുഗത്തില് നഗരങ്ങളും പട്ടണങ്ങളും കൂടുതലുണ്ടായി, കൈമാറ്റ കേന്ദ്രങ്ങൾ കൂടുതലായി, കൃഷി വ്യാപിച്ചു. അല്ലെ? ശരി, നോക്കൂ, ഏതൊക്കെ നദിയുടെ തീരത്താണ് ഈ പറയുന്ന നദീതട സംസ്കാരങ്ങൾ രൂപം കൊണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ. ഇത് 6ാം ക്ലാസ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല. ഓർമ്മയില്ലാത്തവർക്ക് വീണ്ടും നമ്മൾ ഇതാ പറഞ്ഞു തരുന്നു, ഓർത്തെടുത്തോ. മെസപ്പൊട്ടേമിയൻ സംസ്കാരം എവിടെയാണ്? യൂഫ്രട്ടീസ് ടൈഗ്രിസ്. ഓക്കെ, യൂഫ്രട്ടീസ് ടൈഗ്രിസ് 2. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാണ്. നദികൾക്കിടയിലുള്ള സംസ്കാരം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദിയാണ് ഇത് നൈൽ നദി. ഹാരപ്പൻ സംസ്കാരം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട സംസ്കാരമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ചൈനീസ് സംസ്കാരം ഹൊയാങ് ഹോ നദി അല്ലെ, ചൈനയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഹൊയാങ് ഹോ. ആ നദിയുമായി ബന്ധപ്പെട്ടാണ് ചൈനീസ് സംസ്കാരം രൂപപ്പെടുന്നത്. നോക്കണേ, ശ്രദ്ധിക്കണം, തെറ്റരുത്. എങ്ങാനും ഒരു മാച്ച് ദ ഫോളോയിങ്ങോ തെറ്റായ ജോഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയാണ് തെറ്റാൻ സാധ്യത. നൈൽ നദിയും യൂഫ്രട്ടീസ് ടൈഗ്രീസ് ആണ് തെറ്റാൻ സാധ്യത. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ മെസപ്പൊട്ടേമിയൻ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്ന് പറയുന്ന 2 നദികൾക്കിടയിലും ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്തുമാണ് രൂപം കൊണ്ടത്. ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കും. അത് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടതാണ്. ചൈനീസ് സംസ്കാരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹൊയാങ് ഹോ നദിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം ഈ 4 സംസ്കാരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഏതൊക്കെ നദിയിലാണ്? ഇത് SCRT ആ ചാപ്റ്ററിലത്തെ ഒരു വർക്കാണ്. ഓക്കെ, ശരി. ഇനി നമ്മൾ ആ സംസ്കാരത്തിലേക്ക്, ആ സംസ്കാരങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കേണ്ട ഭാഗമാണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത, ഇതാണ് ആദ്യം നോക്കേണ്ടത്, ശരിയല്ലാത്തത്. ഓക്കെ, ശരിയല്ല, അപ്പൊ തെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കപ്പെടുന്നു. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഉണ്ടാകുന്നത്. മെസപ്പൊട്ടേമിയ ഇന്നത്തെ ഇറാന്റെ ഭാഗമാണ് എന്നാണ് പോയിന്റ്. അല്ലല്ലോ, നമ്മൾ എവിടെ പഠിച്ചത്? ഇറാഖാണ്. അപ്പൊ ഈ പോയിന്റ് തെറ്റാണ്.
രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസൊപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. ശരിയാണല്ലേ? രണ്ട് നദികൾ ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് പറഞ്ഞ രണ്ട് നദികൾ നമ്മൾ നേരത്തെ ആ ചാർട്ടിൽ കണ്ടതാണ്. അപ്പൊ ഏതാണ് തെറ്റ്? ശരിയല്ലാത്തത് 3 മാത്രം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, 3 മാത്രം. ഓപ്ഷൻ ബി 3 മാത്രം. ഇനി ചോദ്യം ശരിയായത് എന്നാണല്ലേ, അല്ലേ? യായത് എന്നാണ് ചോദിച്ചെങ്കിൽ ഓപ്ഷൻ എന്തായിട്ട് മാറും? 1, 2, 4 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ 4 പോയിന്റ് വായിച്ചു വരുമ്പോഴേക്കും ചോദ്യം എന്താണെന്നുള്ളത് മറന്നിട്ടുണ്ടാവരുത്. ചോദ്യം എന്താണെന്ന് മറന്നു കഴിഞ്ഞാൽ ഓപ്ഷനിലേക്ക് വരുമ്പോൾ തെറ്റും. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഈ പ്രസ്താവന ചോദ്യങ്ങൾ എഴുതാൻ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തെറ്റുക ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളതാണ് കേട്ടോ. അപ്പൊ മാക്സിമം തെറ്റ് വരുത്താതെ നോക്കണം. 1, 2 തവണ വായിക്കണം. ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമായി കണക്കാക്കുന്നു ഏതിനെ? മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തെ. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ, അത് ഏതാന്ന് നമുക്ക് പറയാട്ടോ. ഓക്കെ, മെസൊപ്പൊട്ടോമിയ ഇന്നത്തെ ഇറാന്റെ ഭാഗമല്ല, ഇറാഖിന്റെ ഭാഗമാണ്. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. ഒരു പർവ്വതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നദി, അല്ലെ? അർമീനിയൻ പർവ്വതത്തിൽ നിന്നുത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന 2 നദികൾ. ഇല്ലാത്തൊരു പോയിന്റായി. എങ്ങനെയാണ്? അർമീനിയൻ പർവ്വതത്തിൽ നിന്നുത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന 2 നദികളാണ് ആര്? യൂഫ്രട്ടീസും ടൈഗ്രീസും. അതിന്റെ തീരത്താണ് എന്തുണ്ടാവുന്നത്? മെസൊപ്പൊട്ടോമിയ സംസ്കാരം ഉടലെടുത്തു വരുന്നത്. 2 നദികൾക്കിടയിലാണ്. ഈ പ്രാചീന നഗരം കൂടിയാണ് ഏത്? മെസൊപ്പൊട്ടോമിയ. ആദ്യത്തെ നഗരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? ശരി. എന്താണ് ആദ്യത്തെ? എന്താണ് പറഞ്ഞത്? ആദ്യത്തെ നാഗരിക സംസ്കാരം. നഗരമല്ല, ആദ്യത്തെ നാഗരിക സംസ്കാരം കൂടിയാണ് ഇത് മെസൊപ്പൊട്ടോമിയ. ഒന്നാമത്തെ പോയിന്റ്. അർമീനിയൻ പർവ്വതത്തിൽ നിന്നുത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന 2 നദികൾ, യൂഫ്രട്ടീസും ടൈഗ്രീസും. ശരി. ഇനി 4 സംസ്കാരങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഇത് ഉണ്ടായത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ? 4 സംസ്കാരം. ആ 4 സംസ്കാരങ്ങൾ ഏതാണെന്ന്? ഒന്ന് സുമേറിയൻ, ഒന്ന് ബാബിലോണിയൻ, ഒന്ന് അസീറിയൻ, ഒന്ന് കാൽഡിയൻ എന്നീ 4 വ്യത്യസ്ത സംസ്കാരങ്ങളാണ് എന്തായിട്ട് മാറിയത്? മെസൊപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് മാറിയത്. എന്താണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്ന് പറയുന്ന 4 വ്യത്യസ്ത സംസ്കാരങ്ങളാണ് എന്തായിട്ട് മാറിയത്? മെസൊപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് മാറിയത്. ഇന്നത്തെ ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം. ഇറാന്റെ ഭാഗമല്ല, ഇറാഖിന്റെ ഭാഗമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഭാഗം കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയി മാറുകയാണ്. അർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി, 2 നദികൾ, അല്ലെ? പേർഷ്യൻ കടലിൽ പതിക്കുന്ന നദികൾ, 4 സംസ്കാരങ്ങൾ: സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഇതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആരാണ്? സുമേറിയക്കാരാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. അത് അടുത്ത ചോദ്യങ്ങളിൽ നമുക്ക് കാണാം. ദെൻ ഇറാഖിന്റെ ഭാഗമല്ല, എന്താണ്? ഇറാന്റെ ഭാഗമാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ എന്താ ശരിയായ പ്രസ്താവന? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന എന്തുമായി ബന്ധപ്പെട്ടതാണ്? മെസൊപ്പൊട്ടോമിയ ആണല്ലോ. നോക്കാം. മെസൊപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനതയാണ് ബാബിലോണിയക്കാർ. ഒന്നാമത്തെ പോയിന്റ്. ഉറൂക്ക്, ലഗാഷ് എന്നീ മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരങ്ങളാണ്. എങ്ങനെയാണ്? ഉറൂക്ക്, ലഗാഷ്. മെസൊപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ഹൈറോഗ്ലിഫിക്സ് എന്ന് അറിയപ്പെട്ടു. മെസൊപ്പൊട്ടോമിയക്കാരുടെ എന്തറിയപ്പെട്ടു? ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെട്ടു. അപ്പൊ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടത്? മെസൊപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്താണ് മെസൊപ്പൊട്ടോമിയ? എന്താണ് ശരിയായ പ്രസ്താവനയാണ് നോക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു 4 സംസ്കാരങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സുമേറിയയാണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് തെറ്റാണ്. കാരണം മെസൊപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യത്തെ ജനത എന്ന് പറയുന്നത് സുമേറിയക്കാരാണ്. അപ്പൊ ഒന്ന് തെറ്റാണ്. ഒന്ന് തെറ്റാണെങ്കിൽ ഈ ഉത്തരം പോയി, ഈ ഉത്തരം പോയി. നോക്കൂ, ഇത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, 2 അറിയില്ല. മെസൊപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായമാണ് ഹൈറോഗ്ലിഫിക്സ്. അത് തെറ്റാണ്, അല്ലെ? ക്യൂണിഫോം ലിപിയാണ്. അപ്പൊ എന്തുണ്ടായി? 3 പോയി. അപ്പൊ ഉത്തരം ഏതാണ്? 2 മാത്രം ശരി. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട്. ആദ്യം നമുക്കിതൊന്ന് പഠിക്കാം, എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്തിട്ട് പഠിക്കാം, അല്ലെ? ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ കണ്ടന്റ് തന്നെയാണ് പഠിക്കേണ്ടത്. ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കയ്യിലുണ്ടാവില്ല. കണ്ടന്റ് കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് കട്ട് ചെയ്യൽ നടക്കുക. അപ്പൊ ആദ്യം കണ്ടന്റ് മനസ്സിലാക്കണം. ഓക്കെ, എന്താണ് മെസൊപ്പൊട്ടോമിയൻ മെസൊപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യത്തെ ജനതയെ നമ്മൾ എന്ത് പറയും? ബാബിലോണിയക്കാരെന്ന് പറയില്ല, അല്ലെ? അപ്പൊ ഇത് മാത്രമാണ് ശരി. ഉറൂക്ക്, ലഗാഷ്. നോക്കാം. മെസൊപ്പൊട്ടോമിയയിൽ എന്ത് സംഭവിച്ചു? മെസൊപ്പൊട്ടോമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ ആരാണ്? അല്ലെ, കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത ആരാണ്? സുമേറിയക്കാരാണ്.
ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, അത് തുറക്കുമ്പോൾ തന്നെ പറഞ്ഞു സുമേറിയാണ് ആ 4 വിഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സുമേറിയക്കാർ. മെസോപ്പൊട്ടാമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം ക്യൂണിഫോം ലിപി ആണ്. ഏതല്ല? ഹൈറോഗ്ലിഫിക്സ് അല്ല. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെന്താണ്? ക്യൂണിഫോം ലിപിയാണ് ആരുടെ? മെസോപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ. മെസോപ്പൊട്ടാമിയയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. ഉർ. ഏതാണ്? ഉറൂഖ്, ലഗാഷ്, അങ്ങനെ 3 നഗരങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. മെസോപ്പൊട്ടാമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട 4 നഗരങ്ങൾ. അതിലെ ലോകത്തിലെ ആദ്യത്തെ നഗരം അല്ലെങ്കിൽ മെസോപ്പൊട്ടാമിയയിലെ ആദ്യത്തെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉർ എന്ന് പറഞ്ഞ നഗരമാണ്. മെസോപ്പൊട്ടാമിയയിലെ ആദ്യ സംസ്കാരം എന്നറിയപ്പെടുന്നത് സുമേറിയൻ സംസ്കാരമാണ്. എന്താണ്? സുമേറിയൻ സംസ്കാരം. അതായത് ഈ മെസോപ്പൊട്ടാമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ ആദ്യമായിട്ട് മുൻകൈയെടുത്ത വ്യക്തികൾ സുമേറിയക്കാരാണ്. അപ്പൊ മെസോപ്പൊട്ടാമിയൻ സംസ്കാരം എന്ന് പറയുന്നതിന് മുമ്പ് അതിനെ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടാവാം? സുമേറിയൻ സംസ്കാരം എന്ന് വിളിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് മെസോപ്പൊട്ടാമിയയിലെ ആദ്യ സംസ്കാരത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സുമേറിയൻ എന്ന് വിളിക്കുന്നത്. സുമേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ്. എന്താണ്? സുമേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ്. ഇനി സുമേറിയക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ദേവതയായിരുന്നു നന്നാർ ദേവത. എന്താണ്? നന്നാർ ദേവത. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഭാഗം കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നു. മെസോപ്പൊട്ടാമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ വീണ്ടും ഞാൻ പറയുന്നു, മെസോപ്പൊട്ടാമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുത്തത് ആരാണ്? സുമേറിയക്കാരാണ്. സുമേറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്ത തലയുള്ളവരാണ്. ഉറൂഖ്, ലഗാഷ്, അതിലെ ആദ്യ നഗരം എന്നറിയപ്പെടുന്നത് ഉർ എന്നാണ്. ലോകത്തിലെ തന്നെ ആദ്യ നഗരം അല്ലെങ്കിൽ മെസോപ്പൊട്ടാമിയയിലെ ആദ്യ നഗരം എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. കറുത്ത തലയുള്ളവരുടെ പ്രധാനപ്പെട്ട ദേവതയായിരുന്നു ആര്? നന്നാർ ദേവത. എന്താണ്? നന്നാർ ദേവത. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റ് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി കിട്ടും. അല്ലെങ്കിൽ SCERT ഒന്ന് വായിച്ചു നോക്കിയിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുന്നതെങ്കിൽ ടക്ക എന്ന് പറഞ്ഞിട്ട് ഈ പാഠം നിങ്ങളുടെ കയ്യിലിരിക്കും. ഇതിനു വേണ്ടി വേറൊരു പഠനമൊന്നും ഇനി ആവശ്യമില്ല. ഈ ക്ലാസ് ഒന്ന് കേൾക്കുക, ചാപ്റ്റർ ഒന്ന് വായിക്കുക, ക്ലോസ്. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നത് മെസോപ്പൊട്ടാമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. നമ്മൾ ഇത്ര നേരം കേട്ടതാണ്. ഇപ്പോൾ കുശവന്റെ ചക്രം ആദ്യമായിട്ട് ഉപയോഗിച്ചു. ഇത് ശരിയാണ് കേട്ടോ. 0 എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച നാഗരിക സംസ്കാരമാണ്. എന്താണ്? 0 എന്ന സൗരപഞ്ചാംഗം തയ്യാറാക്കി. ചന്ദ്രകലാതടം എന്നറിയപ്പെടുന്നത് മെസോപ്പൊട്ടാമിയയാണ്. കുറച്ച് ആ ഭാഗം വായിക്കാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങളുമാണ്. ഓക്കെ, കുശവന്റെ ചക്രം. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽ പറയാം. കുശവന്റെ ചക്രം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര് തന്നെയാണ്? ഇവര് തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ മനുഷ്യര് 0 എന്ന ആശയം സംഭാവന നൽകിയതും അവരാണ്. 0 കണ്ടുപിടിച്ചത് എന്നല്ല കേട്ടോ, 0 എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ച നാഗരിക സംസ്കാരമാണ് ഏത്? ഈ പറയുന്ന മെസോപ്പൊട്ടാമിയൻ. സൗരപഞ്ചാംഗം തയ്യാറാക്കി എന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്. ഓക്കെ, സൗരപഞ്ചാംഗം അല്ല, ചന്ദ്രപഞ്ചാംഗമാണ് അവര് തയ്യാറാക്കിയത്. ചന്ദ്രകലാ തടം എന്നറിയപ്പെടുന്ന മെസോപ്പൊട്ടാമിയയാണ് അല്ലെ. അപ്പൊ 3 മാത്രം തെറ്റാണ്. 2 മാത്രമാണോ തെറ്റിയല്ല? 3 മാത്രം. ഇവിടെ ഓപ്ഷൻ സി, 3 മാത്രം തെറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. ഇനി ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഭാഗം ഒന്ന് പഠിക്കുക. എന്താണ്? കുശവന്റെ ചക്രം കണ്ടുപിടിച്ചു, അത് ശരിയാണ്. 0 ശരിയാണ്. ചന്ദ്രകലാ തടം അതും ശരിയാണ്. നോക്കൂ, ഇത് SCERT നമ്മുടെ ചാർട്ടാണ്. ഇത് പഠിച്ച ഏകദേശം നമുക്ക് മനസ്സിലാവും. ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ തയ്യാറാക്കിയത് മെസോപ്പൊട്ടാമിയക്കാരാണ്. നമ്മളോട് ഇവിടെ പറഞ്ഞത് ഏതാ? ഇത് സൗരപഞ്ചാംഗം അല്ലെങ്കിൽ സൂര്യപഞ്ചാംഗമാണ്. അപ്പൊ അതല്ല. എന്താണ്? ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ കലണ്ടർ തയ്യാറാക്കിയത്. ആര്? മെസോപ്പൊട്ടാമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആ ജനത. ഇനി മെസോപ്പൊട്ടാമിയക്കാരുടെ സംഭാവന 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശാസ്ത്രവും ഗണിതവും അതുമായി ബന്ധപ്പെട്ടിട്ട് ചാന്ദ്രപഞ്ചാംഗം തയ്യാറാക്കി തന്നു അവര്, ഒരു കലണ്ടർ എന്നുള്ള രീതിയിൽ. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയത് ആരാണ്? ഈ പറയുന്ന മെസോപ്പൊട്ടാമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ആ ജനതയാണ്. ഹരണവും ഗുണനവും അവരുടെ സംഭാവനയാണ്. തെറ്റാതെ പഠിക്കണേ. ഈ ചാർട്ടിൽ നിന്നൊക്കെ ചോദ്യം വരാൻ സാധ്യത ഉള്ളതാണ്. എന്താണ്? ശാസ്ത്രവും ഗണിതവുമായി ബന്ധപ്പെട്ട് മെസോപ്പൊട്ടാമിയക്കാരുടെ സംഭാവന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാന്ദ്രപഞ്ചാംഗം. പക്ഷെ സൂര്യഗ്രഹണം ഉണ്ട് കേട്ടോ, പക്ഷെ സൂര്യപഞ്ചാംഗം ഇല്ല, ചന്ദ്രപഞ്ചാംഗമേ ഉള്ളൂ. അപ്പൊ ചന്ദ്രപഞ്ചാംഗം, ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും അവര് കണക്കാക്കിയെന്നാണ് പറയുന്നത്. ഹരണവും ഗുണനവും തയ്യാറാക്കി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടെത്തല് അവർ നടത്തിയിട്ടുണ്ടെന്നാണ്. ഈ നിയമപരമായിട്ട് അവരുടെ സംഭാവന എന്താണെന്നാണ് ചോദിക്കുന്നത്. സുമേറിയൻ ഭരണാധികാരിയായിരുന്ന
ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടത്. ലോകത്തിൽ ആദ്യമായിട്ട് നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട കാലഘട്ടം സുമേറിയൻ കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ സുമേറിയൻ ഭരണാധികാരിയാണ് ആദ്യമായിട്ട് അത് ചെയ്തത്. ഇതിൽ പേര് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഡുൻഗിയുടെ കാലം എന്തിനും ഇവിടെ നമുക്ക് പഠിക്കാം, എന്താണ് ഇമ്പോർട്ടൻ്റ് ആവുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഡുൻഗിയുടെ കാലഘട്ടം അവരാരാണ്? സുമേറിയാണ്. സുമേറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മെസോപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ട വാക്കാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജനതയാണ്. അപ്പൊ ആദ്യമായിട്ട് നിയമം ക്രോഡീകരിക്കപ്പെട്ടു. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ആര്? ഹമ്മുറാബിയുടെ നിയമസംഹിത ഉണ്ട്. ഹമ്മുറാബിനെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന നയം പിന്തുടർന്ന വ്യക്തിയാണ് ആര്? ഹമ്മുറാബി എന്ന് പറയുന്നത്. ഈ ഇതിനെ പിന്തുടർന്നിട്ടാണ് നിയമം പരിഷ്കരിച്ചതെന്നാണ് പറയുന്നത്. എന്താണ്? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടത്. ഈ ക്രോഡീകരിക്കപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് ആരുടെ? ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മൈൽ സ്റ്റോൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഇന്ത്യൻ ഭരണഘടനയുടെ നാഴികക്കല്ലുകൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹമ്മുറാബിയുടെ നിയമസംഹിത. ആദ്യമായിട്ടൊരു നിയമസംഹിത ലോകത്തിന് സംഭാവന ചെയ്തത് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയാണ്. അപ്പൊ ആ ഹമ്മുറാബിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഹമ്മുറാബി ആരുമായി ബന്ധപ്പെട്ടതാണ്? മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അതിനു മുൻപ് സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടവും നമ്മൾ പഠിക്കണം. ഇവിടേക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിലും ഹമ്മുറാബി നമ്മൾ ജസ്റ്റ് കേട്ടിരിക്കുക. ഇത് തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. ചാന്ദ്ര പഞ്ചാംഗമാണ്, സൗര പഞ്ചാംഗം അല്ല. നോക്കൂ, ഹമ്മുറാബിയുടെ നിയമസംഹിതയെ പറ്റിയിട്ട് SCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. BCE എന്താണത്? ബിഫോർ കോമൺ ഇറ. പണ്ടത് എന്തായിരുന്നു? BC ആയിരുന്നു. BCE 1792 മുതൽ 1750 വരെ ബാക്കിലോട്ടാണ് വരിക നമുക്കറിയാം. BCE അപ്പൊ കാലഘട്ടത്തിൽ നിലനിന്ന നിയമസംഹിതയാണിത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായിട്ടാണ് കണക്കാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പഴയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ആരുടേത്? അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ഭരണഘടന പഠിക്കുന്ന സമയത്ത് ഇത് പഠിക്കും. അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ട ഭരണഘടന. ഇതല്ല, ഇതെന്താണ്? ലോകത്തെ എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. അവരെ ആരാണ്? ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. ബാബിലോണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെസോപ്പൊട്ടോമിയയുമായി ബന്ധപ്പെട്ട 4 സംസ്കാരങ്ങളിൽ ഒന്നാണ് ബാബിലോണിയൻ അല്ലെ? അവരുടെ നയം അല്ലെങ്കിൽ ശിക്ഷാരീതി എന്തായിരുന്നു? കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഗംഭീര ശിക്ഷാരീതിയാണ്. അപ്പൊ അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ എന്നാലും അവർ എവിടുത്തെ ഭരണാധികാരിയാണെന്ന് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിൽ തെറ്റാൻ സാധ്യതയുണ്ട്. എവിടത്തെയാണ്? ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. അവരാണ് ലോകത്തിൽ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഒരു ഭരണഘടന അല്ലെ? എന്തോ അതിന്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചിത്രം ഉണ്ട്. സിഗുറാത്തുകൾ, വല്ലാത്തൊരു വാക്ക് അല്ലെ? സിഗുറാത്തുകൾ മെസോപ്പൊട്ടോമിയയുടെ ആരാധനാലയങ്ങൾ, അവരുടെ മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ആരാധനാലയങ്ങൾ, അവരുടെ ആലയങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് എന്ത്? സിഗുറാത്തുകൾ. എന്താണ്? നന്നാർ ദേവത എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ? നന്നാർ ദേവതകളുടെ ആരാധനാ കേന്ദ്രമാണ്. മീൻസ് അവരെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമാണ് ഏത്? ഈ സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ നഗരങ്ങളിലാണ് പ്രധാനമായിട്ടും പണിതത്. അത് ഇഷ്ടികൾ കൊണ്ടാണ് ഉപയോഗിച്ചത്. അതൊക്കെ ഉർ എന്ന നഗരത്തിൽ അത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. സിഗുറാത്തിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നോക്കും, ഇഷ്ടിക കൊണ്ട് വളരെ രസകരമായ രീതിയിൽ പണിത ഒരു ആരാധനാലയം. എന്താണ് ഇവിടെ പഠിക്കാനുള്ളത്? സിഗുറാത്തുകൾ എന്നുള്ള വാക്ക് ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ആരാധനാ കേന്ദ്രമാണ് ഉർ എന്ന നഗരത്തിൽ. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉർ മാത്രമല്ലല്ലോ വരിക. ഉർ വരും, ഉറുഗ് വരും, ലഗാഷ് വരും അല്ലെ? അത് അവരുടെ ആദ്യത്തെ നഗരം എന്ന് പറയുന്നത് ഏതാണ്? ഉറാണ്. അവിടെയാണ് ഏത് സംരക്ഷിക്കപ്പെടുന്നത്? സിഗുറാത്തുകൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് അല്ലെ? ചരിത്ര സ്മാരകമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് സിഗുറാത്തുകളൊക്കെ. അത് എവിടെ കാണുന്നു? ഇപ്പോഴും ഉർ എന്ന് പറയുന്ന നഗരത്തിൽ ഇപ്പോഴും കാണുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇത് SCERT ഒരു ഭാഗമാണ്. ബാബിലോണിയൻ ഭരണാധികാരിയിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത, അത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അത് എന്താന്ന് നമ്മൾ പഠിച്ചു. സിഗുറാത്തുകൾ ഇപ്പൊ എവിടെയാന്നുള്ളത് ഉർ എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സിഗുറാത്തുകൾ എന്ന് പറയുന്നത് മെസോപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെന്നും പഠിച്ചു. ഓക്കെ അല്ലേ? 10ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 10ാമത്തെ ക്വസ്റ്റ്യൻ ക്യൂണിഫോം ലിപി. എന്താണ് ക്യൂണിഫോം ലിപി? ഏതാണ് ക്യൂണിഫോം ലിപി അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. ക്യൂണിഫോം ലിപി അല്ലെ? അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ക്യൂണിഫോം ലിപിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ക്യൂണിഫോം ലിപിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റാണ് അല്ലെ? ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ലിപി
വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. സാധ്യതയുണ്ട്. കാരണം എന്താ, ആദ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ 4 സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുമേറിയാണ്. അപ്പൊ സുമേറിയക്കാരാവാൻ സാധ്യതയുണ്ട് അല്ലെ. ഒന്ന് സാധ്യത ഉണ്ടെങ്കിൽ ഇതും നോക്കാം. ആപ്പിന്റെ ആകൃതിയില്ല, വെഡ്ജ് ഷേപ്പ്ഡ് എന്നാണ് അതിന് പറയുക. ചിത്രലിപിയാണിത്. ഓക്കെ, ശരി. ലോഹഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ലോഹക്കമ്പി കൊണ്ടാണ് എഴുതിയിരുന്നത് അല്ലെ. അപ്പൊ ആ ഭാഗം വായിച്ചവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് എന്നാലും ഞാൻ ഇപ്പോൾ വായിക്കാത്തവർക്ക് വേണ്ടി ഞാനത് പറഞ്ഞു തരാം. എന്താണ് ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, 1ഉം 2ഉം ശരി. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണത്? തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 2ഉം ശരി, ഓടിച്ചെന്നത് കറുപ്പിച്ചു, ഉത്തരം തെറ്റി. എന്താ ചോദ്യം? തെറ്റായ പ്രസ്താവന. തെറ്റായ പ്രസ്താവന ഏതാ? 3ഉം 4ഉം. ഏതാണ്? 3ഉം 4ഉം തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോകേണ്ട പോയിന്റ് ഏതാ? പഠിച്ചു പോകേണ്ടത് ക്യൂണിഫോം ലിപി വികസിപ്പിച്ചത് ആരാണ്? സുമേറിയക്കാരാണ്. അതിന്റെ ഷേപ്പ് വെഡ്ജ് ഷേപ്പ്ഡ് എന്ന് പറഞ്ഞൊരു ആപ്പിന്റെ ആകൃതിയാണ്. ഇത്രയും പഠിക്കണം അവിടുന്ന്. ഈ 2 പോയിന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും എന്താന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാം. ക്യൂണിഫോം ലിപി എഴുതുന്നത് കളിമൺ ഫലകങ്ങളിലാണ്. നമ്മൾ എന്താ പറഞ്ഞേ? ലോഹഫലകങ്ങൾ എന്നാ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ലോഹഫലകങ്ങൾ എന്ന് പറഞ്ഞ ലോഹഫലകങ്ങളിലല്ല. എന്തെല്ലാം എഴുതുക? കളിമൺ ഫലകങ്ങളിലാണ് എഴുതുക. ക്യൂണിഫോം ലിപി എഴുതുക അല്ലെ. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകൾ, ലോഹം കൊണ്ടല്ല. കളിമണ്ണാണെങ്കിൽ പിന്നെ നമ്മൾ ലോഹം കൊണ്ട് എഴുതില്ല, സ്വാഭാവികം. എന്താണ്? ഈറത്തണ്ടുകളാണ് എഴുതി അല്ലെ. എഴുതിയതിന് ശേഷം ഈ ഫലകം ഉണക്കിയെടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുക കേട്ടോ. എന്താണ്? ഉണക്കിയെടുത്താണ് സൂക്ഷിക്കുക. ഇവിടെ പഠിക്കേണ്ട കാര്യം, ഇതൊരു ചിത്രലിപിയാണ്, മറക്കരുത്. എന്താണ്? ഇതൊരു ചിത്രലിപിയാണ്. ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് പറഞ്ഞു. പക്ഷെ എഴുതുന്നത് എന്തിലാണ്? കളിമൺ ഫലകത്തിലാണ്. ഈറത്തണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുളത്തണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു മരം, അത് കൂർപ്പിച്ചിട്ടാണ് അത് എഴുതുക. എഴുതിയതിനു ശേഷം അത് ഉണക്കിയിട്ട് സൂക്ഷിക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ ക്യൂണിഫോം ലിപിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനായി. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയും ചില ചോദ്യങ്ങൾ കാണാറുണ്ടല്ലേ നമ്മൾ. എങ്ങനെയാണ്? ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പരിശോധിച്ചിട്ട് ശരിയുള്ളതും നിങ്ങൾ എഴുതിക്കുള്ളൂ, തെറ്റുള്ളത് എന്താ നിങ്ങൾ എഴുതിക്കുള്ളൂ ഓപ്ഷൻ നോക്കിയിട്ട്. നൈൽ നദീ തടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. നമ്മളാ പോയിന്റ് നമ്മൾ ആ ചാർട്ടിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. നദികള്, സംസ്കാരങ്ങളെ. നൈൽ നദിയുടെ തീരത്താണ് തന്നെയാണ് ഏത്? ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഒന്ന് ശരിയാണെങ്കിൽ ഇത് പോയി. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോ ആയിരുന്നു. ഏതാണ്? കെയ്റോ. നമുക്ക് അറിയില്ല, അത് അങ്ങനെ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ രാജാക്കന്മാര് ഫറവോ എന്ന്, അത് നമ്മൾ കേട്ടിട്ടില്ല. ഈജിപ്ഷ്യൻ ഭരണാധികാരികളാണ് നമ്മൾ ഫറവോ എന്നറിയപ്പെട്ടു. എന്താണ്? ഫറവോ എന്ന് അറിയപ്പെട്ടു. സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഏത്? പിരമിഡുകൾ എന്ന് പറയുന്നത്. ഫറവോ എന്ന് അറിയപ്പെട്ടെങ്കിൽ ഇത് പോയി. ഫറവോ എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇത് പോയി. കാരണം 3 ശരിയാണെങ്കിൽ ഇത് പോയി. പിരമിഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, 4 ശരിയാണ്. ഏതാണ്? 4 ശരിയാണെങ്കിൽ ഇതും പോയി. എന്താണ്ടായത്? ഇപ്പോൾ ഇത് ഞാൻ ഈ ഓപ്ഷൻ കട്ട് ചെയ്യുന്ന ഒരു രീതി പറഞ്ഞത് എന്താണ് കേട്ടോ. നൈൽ നദീ തടത്തിൽ നമുക്കറിയാം. അപ്പോൾ 1 ശരിയാണെങ്കിൽ ഡി പോയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല, പോയിന്റ് നമുക്ക് അറിയില്ല, നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ രാജാക്കന്മാർ ഫറവോ, അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ കേട്ടിട്ടുള്ളതാണ്. ഫറവോ ശരിയാണെങ്കിൽ ഇത് പോയി. പിരമിഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, പിരമിഡ് ശരിയാണെങ്കിൽ ഇതും പോയി. അപ്പൊ ഉത്തരം എന്താണ്? 1, 2, 3, 4 ശരി. അതായത് കെയ്റോ നഗരം എന്ത് തന്നെയാണ്? ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നഗരം തന്നെയാണ്. അപ്പൊ ഒന്നുകൂടി ഒന്നിച്ച് വായിക്കാം. എന്താണ് പറയണത്? നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ശരിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരം കെയ്റോ ആയിരുന്നു. അതും ശരിയാണ്. രാജാക്കന്മാർ ഫറവോമാരെന്ന് അറിയപ്പെട്ടു. ശരിയാണ്. അവരുടെ ശവകുടീരവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഏത്? പിരമിഡുകൾ എന്ന് പറയുന്നത്. അതും ശരിയാണ്. ഓക്കെ അല്ലേ? നോക്കൂ, ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാര കാലഘട്ടത്തിലെ പ്രധാന ജീവിതമാർഗം എന്തായിരുന്നു? കൃഷി ചെയ്തിട്ടാണ് ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ജനത ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് അല്ലെ, നൈൽ നദിയുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് ഒരു ചരിത്രകാരനാണ്. ആരാണ്? ഹെറോഡോട്ടസ്. ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രീക്ക്. ഏതാണ്?
ഗ്രീക്ക് രാജ്യവുമായി ഗ്രീസിലെ ഒരു എന്താണ് ചരിത്രകാരനായ വ്യക്തിയാണ് ഹെറോഡോട്ടസ്. അദ്ദേഹമാണ് ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത്. ഗ്രീസും റോമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, വരും ചാപ്റ്ററുകൾ അതൊക്കെ കാണാം, എല്ലാം ഉണ്ട്. ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രീക്ക് ചരിത്രകാരനായിട്ടുള്ള ഹെറോഡോട്ടസ് ആണ്. ഓക്കെ, കൃഷിയായിരുന്നു പ്രധാന. ഇനി അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങള്, ചണം, പരുത്തി, ഇതൊക്കെ നൈലിന്റെ തീരത്ത് സമൃദ്ധമായിട്ട് വളർന്നിരുന്നു എന്നാണ് പറയണത് അല്ലെ. അത് ബൈഹാർട്ട് പഠിക്കണം എന്നൊന്നും പറയില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഗോതമ്പുണ്ട്, ബാർലി ഉണ്ട്, തിന ഉണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, ചണമുണ്ട്, പരുത്തി ഉണ്ട്. ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്നു? നൈലിന്റെ തീരത്ത് നന്നായിട്ട് കൃഷി ചെയ്യാനും വളർത്താനും പറ്റിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെ ഉടലെടുത്തത്? നൈലിന്റെ തീരത്ത് ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ നൈലിന്റെ ദാനം എന്ന് പറയുന്നത് എന്തിനെയാണ്? ഈജിപ്തിനെയാണ്. നോക്കൂ, ഫറവോമാര്, അവിടുത്തെ ഭരണാധികാരികളിലെ ഫറവോമാര് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ് അർത്ഥം. എന്താണ് ഫറവോ എന്നാൽ? മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ് അർത്ഥം. മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ. പിരമിഡ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? ഇതുവരെയുള്ള ചോദ്യങ്ങൾ ഓക്കെ അല്ലേ? നോക്കൂ, ഒരു മമ്മീനെയും കാണാം, ഒരു പിരമിഡും കാണാം. കാര്യം കഴിഞ്ഞു. ഓക്കെ, പിരമിഡും മമ്മിയും എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് ഫറോമാരുടെ ശവകുടീരം അല്ലെ. മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ, മരിച്ചു കഴിഞ്ഞിട്ട് മഹാമന്ദിരത്തിൽ താമസിക്കുക അല്ലെ. വലിയ സാധനത്തിൽ മരിച്ചാലും ജീവിച്ചാലും മഹാമന്ദിരത്തിൽ താമസിക്കുക. അങ്ങനെയാണ്. പിരമിഡ് ഏറ്റവും ഗിസയിലെ പിരമിഡാണ് ഏറ്റവും മഹത്തായ പിരമിഡ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പിരമിഡ് എന്ന് പ്രശസ്തമായത്. ഏതാണ്? ഗിസയിലെ പിരമിഡ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ പിരമിഡും അല്ലെങ്കിൽ മഹത്തായ പിരമിഡ് എന്നറിയപ്പെടുന്നത് എവിടത്തെയാണ്? ഗിസയിലെ പിരമിഡാണ്. ഓക്കെ, മമ്മി അല്ലെ. മമ്മികൾ എന്നുള്ളത് നമുക്ക് കേട്ടറിയാവുന്നതാണ്. ദി മമ്മി എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ? മമ്മി. മൃതദേഹങ്ങൾ അടക്കുന്ന രീതിയാണ് അല്ലെ. അതെങ്ങനെയാണ്? സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായിട്ട്, അനശ്വരം എന്ന് പറഞ്ഞ വാക്കിന് എന്താ? നശിക്കാത്തത് അല്ലെ. നശിക്കാത്ത രീതിയിലേക്ക് അത് അടക്കുന്ന രീതിയാണ് എന്ത്? ഈ അടക്കുന്ന ആ ശവശരീരത്തിന് അല്ലെങ്കിൽ മൃതദേഹത്തെ പറയുന്ന പേരാണ് എന്ത്? മമ്മി എന്നറിയപ്പെടുന്നത്. ഫറവോ ആയിരുന്ന തൂത്തൻഖാമന്റെ എന്താണ്? തൂത്തൻഖാമന്റെ മമ്മിയാണ് ദിവ്യയിൽ ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഗിസയിലെ പിരമിഡാണ് ഏറ്റവും പ്രശസ്തമായത്. ആരുടെ മമ്മി? തൂത്തൻഖാമയുടെ മമ്മിയാണ് ഏറ്റവും പ്രസിദ്ധമായത്. അത് പിരമിഡിന്റെ ഉള്ളിലാണ് ഇരിക്കുക. അതെന്താണ്? സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്തിട്ട് അനശ്വരമാക്കാൻ, അതായത് നശിക്കാതിരിക്കാൻ സൂക്ഷിക്കുന്ന രീതിയാണ് ഏത്? ഈ അങ്ങനെ സൂക്ഷിക്കുന്ന മൃതദേഹത്തെ നമ്മൾ എന്ത് പറയും? മമ്മി എന്ന് പറയും. ഓക്കെ അല്ലേ? 12ാമത്തെ ക്വസ്റ്റ്യൻ. ഹൈറോഗ്ലിഫിക്സ് ലിപിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കാം. എന്താ കുഴപ്പം? ഹൈറോഗ്ലിഫിക്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കാം. ഹൈറോഗ്ലിഫിക്സ് ലിപിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചിത്രരൂപത്തിലുള്ള ലിപിയാണ്. വലത്തു നിന്നും ഇടത്തോട്ടാണ് വായിക്കുന്നത്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപിയാണിത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന പദത്തിന്റെ അല്ലെങ്കിൽ വാക്കിന്റെ അർത്ഥം. 4 പോയിന്റ്. എങ്ങനെയാണ്? വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂണിഫോം ലിപിയെ പറ്റി പറഞ്ഞപ്പോഴാണ് എന്ത് പറഞ്ഞത്? ചിത്രരൂപത്തിലുള്ള കൃതിയാണ് അല്ല ലിപിയാണെന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇത് തെറ്റാവാൻ സാധ്യതയുണ്ട്. ഇതിൽ ഉത്തരം വരുന്നത് 2, 3, 4 ശരി എന്നുള്ളതാണ്. ആ ചാപ്റ്ററിന്റെ ആ ഭാഗം വായിച്ചവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും, അല്ലാത്തൊരു കേൾക്കുക. എന്താണ്? വലത്തു നിന്നും ഇടത്തോട്ട് തന്നെയാണ് അത് വായിക്കുക. പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപിയാണിത്. ശരിയാണ്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. 2, 3, 4 ശരി. നോക്കാം. ചിത്രരൂപം അല്ല അത്. എന്താ? ചിഹ്നരൂപവും. എന്നാണ്? ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്ത് എഴുതുന്ന ഒരു രീതിയാണ് ഇത് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്ത് എഴുതുന്ന രീതിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഭയങ്കര ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പഠിക്കാം നമുക്ക് അല്ലെ. ചിഹ്നമുണ്ട്, അക്ഷരമുണ്ട്. അപ്പൊ അത് ആകെ കോംപ്ലിക്കേറ്റഡ് ആണ് ഹൈറോഗ്ലിഫിക്സ്. അങ്ങനെയാണ് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഹൈറോഗ്ലിഫിക്സ് തടിയും പാപ്പിറസുമാണ് എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. പുല്ലുവർഗത്തിൽ പെടുന്ന ഒരു തരം സസ്യമാണ് ഏത്? പാപ്പിറസ്. അതിന്റെ തണ്ടിൽ നിന്നും കടലാസ് പോലത്തെ താളുകൾ ഉണ്ടാക്കാൻ പറ്റും. പാപ്പിറസ് അല്ല.
ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം കേട്ടോ. എങ്ങനെയാണ്? തടിയും പാപ്പിറസും കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? അത് എഴുതാനുള്ള പ്രതലം ഉണ്ടാക്കുന്നത്. പുല്ലുവർഗത്തിൽ പെടുന്ന ഒരു സസ്യമാണ് ഏത്? പാപ്പിറസ് എന്ന് പറഞ്ഞാൽ അതിന്റെ തണ്ടിൽ നിന്ന് എഴുതാനുള്ള ഒരു പ്രതലം ഉണ്ടാക്കും. അതിലാണ് ഇത് എഴുതുക. എങ്ങനെയാണ് എഴുതുക? ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. എഴുതാനുള്ള എന്താണ്? ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് നമ്മൾ എന്താ ഹൈറോഗ്ലിഫിക്സ് അല്ലെ. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ക്യൂണിഫോം ആണ് പറയുന്നതെങ്കിൽ മെസൊപ്പൊട്ടോമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സംഭാവനകളിൽ ശരിയായത് ഏത്? നേരത്തെ നമ്മൾ മെസൊപ്പൊട്ടോമിയയുടെ പറഞ്ഞില്ലേ, ധാരണവും ഗുണനവും. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പിന്നെ ചന്ദ്രകലാതടം എന്നറിയുന്നത് കൊണ്ട് തന്നെ ചാന്ദ്ര പഞ്ചാംഗം, പിന്നെ സൂര്യഗ്രഹണം, അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം, അതൊക്കെ കണക്കാക്കിയെന്ന് പറഞ്ഞിരുന്നു. ശരി, ഇനി ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭാവനകളിൽ ശരിയായത്. ഓക്കെ, ശരിയായത് ജലഘടികാരം, സൂര്യഘടികാരം, ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ട ടീമാണ് അവര്. സങ്കലനം, വ്യവകലനം എന്നിവ പ്രധാന സംഭാവനകളാണ്. അവിടെ ഗുണനും ഹരണാണ്, ഇവിടെ സങ്കലനവും വ്യവകലനാണ്. ശരി, ഈ ഭാഗം നമുക്ക് നോക്കുന്നതിന് മുമ്പ് ഉത്തരത്തിലേക്ക് പോവാം. എന്താണ്? എല്ലാം ശരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ഭാഗം നമുക്ക് നോക്കാം. അതിനു മുമ്പ് നോക്കേണ്ടത് ഈ 4 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ? ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ജലഘടികാരം, അതുപോലെ തന്നെ സൂര്യഘടികാരം, പിന്നെ ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് തുടക്കമിട്ടത് ഇവരാണ്. അതുപോലെ സങ്കലനം, വ്യവകലനം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പ്രധാന സംഭാവന ഇവരുടെയാണ്. കുറച്ചധികം നോക്കാനുണ്ട്, ശ്രദ്ധിച്ച് വായിച്ചോളണം. ഞാൻ വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ നോക്കുക. 30 ദിവസം വീതമുള്ള, അതിനാണ് 30 ദിവസം വീതമുള്ള 12 മാസങ്ങളാക്കിയിട്ട് 365 ദിവസങ്ങളെ വിഭജിച്ച് ബാക്കി വന്ന 5 ദിവസങ്ങളെ ആഘോഷങ്ങൾക്കായി മാറ്റി വെക്കുന്ന ഒരു തരത്തിലുള്ള സൗരപഞ്ചാംഗം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. വല്ലാത്ത ജാതി. എങ്ങനെയാണ്? 30 ദിവസം വീതമുള്ള 12 മാസങ്ങൾ നമ്മളിപ്പോ കാണുന്ന പോലെ തന്നെ കലണ്ടർ തന്നെ കേട്ടാ. 365 ദിവസം. ശരി, എന്നിട്ട് ബാക്കി വരുന്ന 5 ദിവസങ്ങൾ എന്ത് ചെയ്യും ഇവര്? ആഘോഷങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൗര പഞ്ചാംഗം ഇവരുടെ സംഭാവനയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സംഭാവനകളിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാകും സൗര പഞ്ചാംഗം അല്ലെ. ദശാംശ സമ്പ്രദായം കൊണ്ടുവന്നു. ജലഘടികാരമുണ്ട്, സൂര്യഘടികാരമുണ്ട് കേട്ടോ. അത് കൂടാതെ ദശാംശ സമ്പ്രദായം ഉണ്ട്. അതുകൂടാതെ ജാമിതി ഉണ്ട്. പിന്നെ ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കുന്ന അവർക്ക് അറിയാമായിരുന്നു. സങ്കലനും വ്യവകലനും ഉണ്ട്. അതുകൂടാതെ ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി കണക്കാക്കാൻ അറിയാമായിരുന്നു എന്നാണ് പറയണത്. ഓക്കെ, ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണനരീതി വികസിപ്പിച്ചെടുത്തു. ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണനരീതി വികസിപ്പിച്ചെടുത്തതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ജനതയാണ്. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിങ്ക്സ് എന്ന പ്രതിമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ ശില്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്രയും വൈദഗ്ധ്യം കാണിച്ചിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു പ്രതിമ ഉണ്ടാക്കുന്നത് വളരെ ഇവരുടെ കാലഘട്ടത്തിലുള്ള ജനതയുടെ വൈദഗ്ധ്യത്തെ വിളിച്ചോതുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, അത് വരെയുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ആഘോഷങ്ങൾക്ക് വേണ്ടി 5 ദിവസം മാറ്റി വയ്ക്കുക, 365 ദിവസം, 30 ദിവസത്തിന്റെ 12 മാസങ്ങൾ, അതുവരെ ഓക്കെ ആയി അല്ലെ. ദശാംശ സമ്പ്രദായം ഉണ്ട്. ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണനരീതിയുണ്ട്. ത്രികോണമുണ്ട്, ചതുരമുണ്ട്. ജാമിതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അല്ലെ. ജാമിതി എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് കണക്ക് ചെയ്ത് പറയാം. അതുപോലെ തന്നെ ദശാംശ സമ്പ്രദായമുണ്ട്. അതുപോലെ തന്നെ ജലഘടികാരമുണ്ട് അല്ലെ. നേരത്തെ കണ്ടതില് ജലഘടികാരമുണ്ട്, സൂര്യഘടികാരമുണ്ട്, സങ്കലനമുണ്ട്, വ്യവകലനമുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഒന്നും കൂടി പഠിക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സംഭാവനകൾ ശരിയായത് ജലഘടികാരമുണ്ട്, സൂര്യഘടികാരമുണ്ട്, ഗണിതശാസ്ത്രത്തിലെ ജാമിതി ഇവിടെ പറയുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് പറയുക? ത്രികോണം അല്ലെ. ത്രികോണമുണ്ട്, ചതുരമുണ്ട്. അപ്പൊ ജാമിതിയുമായി ബന്ധപ്പെട്ടതായി അല്ലെ. സങ്കലനമുണ്ട്, വ്യവകലനമുണ്ട്. ഇനി ഇവിടെ വരുമ്പോ എന്ത് പഠിക്കുക? ഇത് പഠിച്ചു. ദശാംശ സമ്പ്രദായം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട ഗുണന രീതിയും ഉണ്ട്. ഓക്കെ അല്ലേ? ശരിയല്ലേ? മനുഷ്യരുടെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള, അത് നമുക്കൊന്ന് കാണാം. ഇതാണ് ഈ സ്ഫിങ്ക്സ് എന്ന് പറയുന്ന സാധനം. എന്താണ് സ്ഫിങ്ക്സ്? നോക്കൂ, സ്ഫിങ്ക്സ് എന്താണ്? മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഈ ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇത് കാണിച്ചു തരാൻ വേണ്ടി എടുത്തു മാത്രം കേട്ടോ. 14ാമത്തെ ചോദ്യം. ഏത് സംസ്കാരം? അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു? മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം പഠിച്ചു, ഈജിപ്ഷ്യൻ സംസ്കാരം പഠിച്ചു. 3ാമത്തെ വരുന്നു ഏത്? ചൈനീസ് സംസ്കാരം. ഏതാണ്? ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ
പ്രസ്താവനയാണോ? അല്ല, ഉചിതമായ പ്രസ്താവന. ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്. തന്നതിൽ നിന്ന് ഉചിതമായത് കണ്ടെത്തുക. എന്താണ് ഉചിതമായത് കണ്ടെത്തുക? നോക്കല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? നോക്കിക്കോ. യാങ്സി നദി അവിടെ തന്നെ തെറ്റി അല്ലേ? ഹൊയാങ്ഹോ നദിയാണ് ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ യാങ്സി നദിയുമായി ബന്ധപ്പെട്ടാണ് ഉടലെടുത്തത്. അല്ല, തെറ്റ്. ഒന്ന് പോയെങ്കിൽ ഒന്ന് ശരി എന്നുള്ളതും പോയി, രണ്ട് ശരി എന്നുള്ളത് അല്ല, ഒന്നും രണ്ട് ശരി എന്നുള്ളതും പോയി, എയും പോയി, ഡിയും പോയി അല്ലേ? ശരിയല്ലേ? ഓക്കെ, യാങ്സി നദീതടത്തിലാണ്. ആ പോയിന്റ് തെറ്റാണ്. അപ്പൊ അതും പോയി, ഇതും പോയി. ഇനി പാത്ര നിർമ്മാണമായിരുന്നു സംസ്കാരത്തിന്റെ അടിത്തറ. നമ്മൾ കേട്ടിട്ടില്ല. ചൈനയിൽ നിലനിന്നിരുന്ന ചിത്രലിപിയായിരുന്നു. പട്ടുവസ്ത്ര നിർമ്മാണത്തിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലേ? ചൈന പട്ടുമായി ബന്ധപ്പെട്ട് സിൽക്ക് റൂട്ട് എന്നൊക്കെ നമ്മൾ ചൈനയുമായി ബന്ധപ്പെടുന്ന ഒരു ചുരത്തിനെ പറ്റിയിട്ടൊക്കെ, നാദുല ചുരം അല്ലെ? അപ്പൊ അത് ശരിയാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവാം അല്ലെ? 3ഉം 4ഉം ശരി. അത് തന്നെയാണ് ശരി. എന്ത്? ഓപ്ഷൻ സി, 3ഉം 4ഉം ശരി. അപ്പൊ 1 തെറ്റാണ്, 2 തെറ്റാണ്. ശരിയായ 2 പോയിന്റ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഠിച്ചു പോവാം. ഏതാണ്? ചൈനയിൽ നിലനിന്നിരുന്നത് ചിത്രലിപി ആയിരുന്നു അല്ലെ? ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിച്ചത്? ചിത്രരൂപത്തിലും അക്ഷരരൂപത്തിലും അല്ല, ചിഹ്ന രൂപത്തിലും അക്ഷര രൂപത്തിലുമാണ് കണ്ടത് അല്ലെ? ഇവിടെ ചിത്രലിപി ആയിരുന്നു. നോക്കാം. നമ്മൾ നേരത്തെ ചാർട്ടിൽ കണ്ടത് തന്നെ, നദികളുമായി ബന്ധപ്പെട്ട ചാർട്ടിൽ കണ്ടത് തന്നെയാണ് സംഭവിച്ചത്. ഹൊയാങ്ഹോ നദിക്കരയിലാണ്, യാങ്സി നദി അല്ല. യാങ്സി ചൈനയിലെ പ്രധാനപ്പെട്ട മറ്റൊരു നദിയാണ് കേട്ടോ. ഓക്കെ, കൃഷിയായിരുന്നു. എന്തല്ല? പാത്ര നിർമ്മാണം ഇല്ല. നമ്മൾ ചൈന എന്ന് കേട്ടു, ചൈനീസ് പാത്രങ്ങൾ അല്ലെ? അതാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. പക്ഷെ ചൈനീസ് പാത്രങ്ങൾക്കല്ല ഇമ്പോർട്ടന്റ്. അവരും എന്ത് തന്നെയായിരുന്നു? കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരുടെ സംസ്കാരത്തിന്റെ അടിത്തറ. അതായത് സംസ്കാരം തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു? കൃഷി തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെ ഉണ്ടായിരുന്നു? നെയ്ത്ത് ഉണ്ടായിരുന്നു, മൺപാത്ര നിർമ്മാണം, ഇതിലൊക്കെ ഭയങ്കര വിദഗ്ധരായിരുന്നു അവര്. പക്ഷെ അടിത്തറ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കൃഷി തന്നെയാണ്. ചിത്രരൂപത്തിലുള്ള ലിപി കാലക്രമേണ എന്തായിട്ട് മാറി? ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ലിപിയായിട്ട് മാറി. ഇപ്പോഴും അവർ ചിത്രലിപി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതലും എന്താണ്? ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ലിപിയാണ് ഇപ്പൊ അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ചിത്ര ലിപിയായിരുന്നു. അപ്പൊ എന്താണ് പഠിക്കാനുള്ളത്? ഹൊയാങ്ഹോ നദിക്കരയിൽ ഉത്ഭവിച്ച ഒരു സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. കൃഷി തന്നെയായിരുന്നു ഇവരുടെ അടിത്തറ. പക്ഷെ അവർ എന്തിൽ വിദഗ്ധരായിരുന്നു? ഈ മൺപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ നെയ്ത്തിലൊക്കെ അവർ ഭയങ്കര വിദഗ്ധരായിരുന്നു. ചിത്രരൂപത്തിലുള്ള ലിപിയാണ് ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ചത്. പിന്നീട് ഇപ്പൊ അത് എന്തായിട്ട് മാറി? ചിഹ്ന രൂപത്തിലുള്ള ലിപിയായിട്ട് മാറിയിട്ടുണ്ട്. നോക്കൂ, SCERT പുസ്തകത്തിലെ ആ ഒരു എന്താ പറയാ, ചാർട്ട് അല്ലെ? ചാർട്ട് എന്താ തെറ്റി പോകുന്നുണ്ട് ചില സമയത്ത്. സംസ്കാരങ്ങള്, ലിപി, അതിന്റെ പ്രത്യേകതകൾ. മെസൊപ്പൊട്ടേമിയ ഏത് ലിപിയാണ്? ക്യൂണിഫോം. ഏതാണ്? യൂണിഫോം ലിപി അല്ലെ? നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണം, മനസ്സിലെങ്കിലും പറയണം. അങ്ങനെ 10 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ചോദ്യത്തിന്റെ ഒരു 3/4 ഭാഗമെങ്കിലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. ഓപ്ഷൻ കണ്ടാൽ ഉത്തരം എഴുതാവുന്ന രീതിയിലേക്ക് നമ്മൾ പ്രാപ്തരാകും. കേട്ടോ മക്കളെ? ശരി. മെസൊപ്പൊട്ടേമിയ ക്യൂണിഫോം ലിപിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ആകൃതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? വെഡ്ജ് ഷേപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് കളിമൺ ഫലകങ്ങളാണ് അവർ എഴുതിയിരുന്നത് അല്ലെ? എന്തുകൊണ്ട്? ഈറത്തണ്ടുകൾ കൊണ്ട് എഴുതി നമ്മൾ പറഞ്ഞു. ശരി. ഈജിപ്തുമായി ബന്ധപ്പെട്ട ലിപി ഹൈറോഗ്ലിഫിക്സ്. ഏതാണ്? ഹൈറോഗ്ലിഫിക്സ്. ചിഹ്ന രൂപത്തിലും അക്ഷര രൂപത്തിലും അത് എഴുതിയിരുന്നു. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിരുന്നത്. നമ്മൾ അത് കണ്ട ഒരു പോയിന്റാണ്. ചൈന എന്താണ്? ചൈന ചിത്രലിപിയാണ്. പക്ഷെ ഇപ്പോൾ അവരെന്തിലേക്ക് മാറിയിട്ടുണ്ട്? ചിഹ്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ചിത്രലിപി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന ലിപിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫ് SCERT പുസ്തകത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഒന്ന് പതിഞ്ഞു വെച്ചാൽ അല്ലെ? പതിഞ്ഞു വെച്ചാൽ എന്താ പറയുക? ഒന്ന് പതിച്ചാൽ എന്തുണ്ടാവും? ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ചൈനീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 4ാമത്തെ സംസ്കാരം, അതായത് ഇന്ത്യക്കാരുടെ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. എങ്ങനെയാണ് ഇന്ത്യൻ സംസ്കാരം എന്നറിയപ്പെടുന്നാൽ സിന്ധു നദീതട സംസ്കാരം എന്നറിയപ്പെടും. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയില്ല, എന്നാലും കൂടുതലല്ലേ, നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ് ഹാരപ്പൻ സംസ്കാരം. അതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കൂ. വെങ്കല യുഗത്തിൽ ആ പോയിന്റ് ശരിയാണ്. കാരണം വെങ്കല യുഗത്തിലാണ് ഈ 4 സംസ്കാരങ്ങളും ഉടലെടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെങ്കല യുഗത്തിൽ സിന്ധു നദീതട സംസ്കാരം ഉടലെടുത്തു. ശരി. സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരം BCE 2600 മുതൽ BCE എന്താ? ബിഫോർ കോമൺ എറ.
ഓക്കെ, 1900 വരെയാണ് ഇതിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നത്. ശരിയാണ്. ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെട്ടു. ശരിയാണ്. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ഓക്കെ, ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? പാകിസ്ഥാനിലാണ്. എല്ലാ പോയിന്റും ശരിയാണ്. 1, 2, 3, 4 ശരി. എന്താണ്? വെങ്കലയുഗത്തിലാണ് ഹാരപ്പൻ സംസ്കാരം ഉടലെടുക്കുന്നത്. 1 ശരിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ്. 1 ശരിയാണെങ്കിൽ ഇത് പോയി. ഓക്കെ, ഇനി 2 ഓപ്ഷൻ്റെ മുകളിലേ ഉള്ളൂ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ ഇയർ അറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. അതൊരു കോമൺ പോയിന്റ് ആണ്. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിയാണെങ്കിൽ ഇതും പോയി. അപ്പൊ ഉത്തരം എന്തായിട്ട് മാറും? ബി. 1, 2, 3. ആ രീതിയിലും കൂടി നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. വെറുതെ ചോദ്യം വായിച്ചിട്ട് ഞാൻ ഉത്തരം പറയുന്നത് കൂടാതെ നിങ്ങൾ ആ ആംഗിളും കൂടി അതൊന്ന് ചിന്തിക്കണം. എന്താണ്, എങ്ങനെയാണ് അത് കട്ട് ചെയ്ത് പോകുന്നതും കൂടി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റ് ആവും. അല്ലെങ്കിലും ഇത് എളുപ്പം തന്നെയാണ്. നമ്മൾ ഈ ക്ലാസ് കഴിയുന്നത് കൂടിയിട്ട് ഈ ചാപ്റ്റർ നമ്മുടെ കയ്യിൽ ഭദ്രം. ഓക്കെ, ശരി. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഉണ്ടാവും നോക്കാം. എല്ലാ പോയിന്റും ശരിയാണ്. അപ്പൊ ഈ 4 പോയിന്റും പഠിക്കണം. ഈ 2600, 1900 ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നു. BCE 2600 മുതൽ BCE 1900 വരെ ആണ് അതിന്റെ കാലഘട്ടം. വെങ്കലയുഗത്തിലാണ് ഉണ്ടാവുന്നത്. ഹാരപ്പ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ ഹാരപ്പയിൽ നിന്നാണ് ലഭിച്ചത്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ടും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടും. പക്ഷെ ആദ്യത്തെ തെളിവ് കിട്ടുന്നത് ഹാരപ്പ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ്? ഹാരപ്പൻ സംസ്കാരം എന്നുള്ള പേരുമുണ്ട്, സിന്ധു നദീതട സംസ്കാരം എന്നൊരു പേരും കൂടിയുണ്ട്. എന്താണ് അതിന് കാരണം? ഹാരപ്പയാണ് ആദ്യമായിട്ട് അതിന്റെ തെളിവുകൾ ലഭിച്ച സ്ഥലം. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കും. ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. എങ്ങനെയാണ്? നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. എങ്ങനെയാണ്? നഗരങ്ങൾ, ശ്രദ്ധിക്കണേ, നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഈ സംസ്കാരം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്താണ്? ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നും പറയാം. അങ്ങനെയാണ് ആ പോയിന്റ് കണക്റ്റഡ് ആവുന്നത്. ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് പറയാൻ കാരണം എന്താണ്? അത് നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംസ്കാരം ഉടലെടുക്കുന്നത്. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് സർ ജോൺ മാർഷൽ ആണ്. ആരാണ്? സർ ജോൺ മാർഷൽ. ഓക്കെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇത് പഠിക്കുക. ഹാരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യത്തെ തെളിവ് കിട്ടിയ സ്ഥലം ഹാരപ്പയാണ്. അതുകൊണ്ട് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയും. ഹാരപ്പൻ സംസ്കാരത്തിന് ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം, കണ്ടെത്തി എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയത് ആരാണ്? ജോൺ മാർഷൽ ആണ്. ഏത് വർഷത്തില്? 1924. പക്ഷെ കണ്ടെത്തിയത് നമുക്ക് 1921 2 വർഷങ്ങളും കാണാം, തെറ്റരുത്. ഔദ്യോഗിക പ്രഖ്യാപനമാണ് 1924. പക്ഷെ കണ്ടെത്തിയ വർഷം നമ്മുടെ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ കാണുന്നത് 1921. അപ്പൊ 2 വർഷങ്ങൾ എന്താ ചോദിച്ചിട്ട് തെറ്റരുത്. 24 എന്തുണ്ടായി? അത് കണ്ടെത്തിയതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. നോക്കൂ, 2024 അല്ലെ? 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇത് 2025 അല്ലേ? അപ്പൊ 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. കണ്ടെത്തിയിട്ടാണെങ്കിൽ അതിനായിട്ട് കൂടുതലായി. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞു. ഇത് 2025 ആയി അല്ലെ? അപ്പൊ 100 വർഷവും കഴിഞ്ഞു, 1 വർഷം കൂടിയായി. 2025 കഴിയാൻ പോകുന്നു. ശരി. അപ്പൊ ജോൺ മാർഷല് 1921, 1924 നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വളർന്നു വന്നതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിളിക്കും. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആദ്യ തെളിവ് കിട്ടിയത് ഹാരപ്പ ആയതുകൊണ്ട് ഇതിന് ഹാരപ്പൻ സംസ്കാരം എന്നും നമ്മൾ വിളിക്കും. എവിടെ? ജോൺ മാർഷൽ. യെസ്, ജോൺ മാർഷൽ, സർ ജോൺ മാർഷൽ. എങ്ങനെയാണ്? ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനം അല്ലെ? അതിനെങ്ങനെ നമ്മളിങ്ങനെ ഉത്ഖനനം ചെയ്തെടുക്കുക എന്നാണ് പറയാ. ഉത്ഖനനത്തിനായി സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടിരുന്ന വ്യക്തിയാണ് ആര്? ഈ ജോൺ മാർഷൽ. ഏത് കാലം മുതൽ? 1902 to 1928. ഈ കാലഘട്ടത്തിന്റെ ഉള്ളിൽ തന്നെയാണ് മറ്റേ 2 വർഷവും, 1921,
1924 ഇതിന്റെ ഇടയിൽ സംഭവിച്ചത് തന്നെയാണ്. അപ്പൊ അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്തുണ്ടാവുന്നത്, ഹരപ്പൻ സംസ്കാരം കണ്ടെത്തുന്നത് 1921. അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ 1924. ഇനി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. അതൊക്കെ നമ്മൾ കണ്ടു പഠിച്ചു അല്ലെ. അപ്പൊ തെറ്റരുത്. എന്താണ് ഈ സ്ഥാപനത്തിന്റെ പേര്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI എന്ന് പറയില്ലേ, AS ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 1902 മുതൽ 1928 വരെ സർ ജോൺ മാർഷൽ അതിന്റെ ഡയറക്ടർ ജനറലായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഉദ്ഖനന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാരമാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടക്കുന്നത് 1924. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത ചോദ്യം. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന കാണുക. എന്താണ് തെറ്റായ പ്രസ്താവന? നമ്മൾ ഇതുവരെ ശരിയാകേണ്ടത് പിന്നെ തെറ്റിട്ടാ. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണ്, അതായത് ചോദ്യം 2 ശരിയായ പ്രസ്താവന കണ്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെറ്റാവുക. അപ്പൊ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് തെറ്റിലേക്ക് മാറണം. അല്ലെങ്കിൽ എന്തുണ്ടാവും, ആ ഒരു ഓർമ്മയിൽ നമ്മൾ ശരിയായത് വീണ്ടും എഴുതും, ഓപ്ഷൻ തെറ്റും. വീട്ടിൽ വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും, അയ്യോ അറിയായിരുന്നു പോയി. അറിയുന്ന ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നതാണ് ഏറ്റവും വലിയ മനോവിഷമം. അപ്പൊ അത് ഉണ്ടാവരുത്, സംഭവിക്കരുത്. അറിയുന്നത് ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ തെറ്റരുത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. ഏതാണ്? നഗരാസൂത്രണം. തെരുവുകളുടെയും ഇരുവശങ്ങളിലായി വീട് നിർമ്മിച്ചിരുന്നു. ഓക്കെ. മഹാസ്നാനഘട്ടം പ്രധാന സവിശേഷതയാണ്. അഴുക്കുചാൽ സമ്പ്രദായം പ്രധാന സവിശേഷതയാണ്. ഓക്കെ, ശരി. അപ്പൊ ഇതില് ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാം. അതായത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടല്ലേ, അത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളോട് തെറ്റാതെ ചോദിക്കണം. ഇതില് ഈ മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത് മോഹൻജദാരോ എന്ന് പറയുന്ന ആ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രദേശം തന്നെയാണ്. എന്താണ്? ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രദേശം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന്റെ ഉത്തരം കൊടുക്കുന്നത് 3 മാത്രം തെറ്റ് എന്നാണ്. കാരണം ഇത് മോഹൻജദാരോയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് മഹാസ്നാനഘട്ടം എന്തിന്റെ പ്രത്യേകതയാണ്? മോഹൻജദാരോ അതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് എന്ന് പറയുന്നതിന് മാറ്റിയിട്ട് നമുക്ക് എന്താക്കി മാറ്റത്? ഹാരപ്പൻ ആദ്യമായി കണ്ടെത്തിയ ഹാരപ്പൻ എന്ന പ്രദേശവുമായി ബന്ധപ്പെടുത്തി അല്ലെ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഹാരപ്പൻ എന്ന പ്രദേശവുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന പ്രദേശവുമായി ബന്ധപ്പെടുത്തി ആണ്. നമുക്ക് പ്രദേശവുമായി അങ്ങനെയാവാം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ആ കൺഫ്യൂഷൻ തീർന്നു കിട്ടി. ഹാരപ്പൻ പ്രദേശവുമായി ബന്ധപ്പെടുത്തി തെറ്റായ പ്രസ്താവന. ഹാരപ്പൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകതയല്ല എന്ത്? മഹാസ്നാനഘട്ടം. എന്താണ്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷത നഗരാസൂത്രണം. അത് ഹാരപ്പൻ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. അഴുക്കുചാല് ഹാരപ്പൻ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. തെരുവുകളുടെ ഇരുവശങ്ങളായിട്ട് വീട് നിർമ്മിച്ചിരുന്നു. അതും ഹാരപ്പൻ പ്രദേശവുമായി ബന്ധപ്പെട്ട അവിടുത്തെ കണ്ടെത്തലുകളാണ്. പക്ഷെ എന്തല്ല, മഹാസ്നാനഘട്ടം അവിടുത്തെ അല്ല, അത് മോഹൻജദാരോ ആണ്. പക്ഷെ ഇതെല്ലാം എന്താണ്? ഹാരപ്പൻ സംസ്കാരം തന്നെയാണ്. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗമാണ് ഏത്? കാള എന്ന് പറയുന്നത് ഇണക്കി വളർത്തിയിരുന്ന മൃഗമാണ്. നായ എന്ന് പറയുന്നത് അറിവില്ലാതിരുന്ന മൃഗമാണ്. കുതിര എന്ന് പറയുന്നത് അല്ലെ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു 5ാം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലാണ്. പക്ഷെ എന്നാലും 5ാം ക്ലാസ് നിലവാരമൊക്കെ അതിന് കണ്ടാൽ മതി. അതായത് സിന്ധു നദീതട സംസ്കാരം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആ ജനത ആരാധിച്ചിരുന്ന മൃഗമാണ് കാള. 2ാമത്തെ കേസ് നായ ഇണക്കി വളർത്തിയിരുന്ന മൃഗമാണ്. അവർക്ക് ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഒരു മൃഗമായിരുന്നു ഏത്? കുതിര എന്ന് പറയുന്നത്. ഓക്കെ, ശരി. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ജനതയ്ക്ക് ഇരുമ്പ് എന്ന ലോഹം അജ്ഞാതമായിരുന്നു. ഇരുമ്പ് എന്ന ലോഹം അജ്ഞാതമായിരുന്നു. ഇലക്ട്രം ലോഹക്കൂട്ടാണ്. ഇലക്ട്രം എന്ന ലോഹക്കൂട്ട് ഉപയോഗിച്ചിരുന്നു. ഹാരപ്പൻ ജനത
അവരേനെ ഈജിപ്തുകാർ വിളിച്ചിരുന്ന പേരാണ് മെലൂഹ എന്ന്. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളായി കരുതപ്പെടുന്നത് ആര്യന്മാരാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് ടഫായിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ് അല്ലെ. ആര്യന്മാര്, ദ്രാവിഡന്മാര്, ഇലക്ട്രം എന്ന് പറഞ്ഞൊരു പുതിയ വാക്ക് വരുന്നു, മെലൂഹ എന്ന് പറയുന്നൊരു വാക്ക് വരുന്നു. അപ്പോൾ അത് നോക്കാം. ഇതിൽ ശരിയായത് ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ് അല്ലെ. മെലൂഹ എന്ന് ഇവരെന്നെ വിളിച്ചത്, ഹാരപ്പൻ ജനതയെ മെലൂഹ എന്ന് വിളിച്ചത് മെസൊപ്പൊട്ടോമിയൻ ജനതയാണ്. എളുപ്പമായില്ലേ. മെലൂഹ മെസോപ്പൊട്ടോമിയ, അപ്പോൾ കുഴപ്പമില്ല. ആരെന്നെ വിളിച്ചു? ഹാരപ്പൻ ജനതയെ അല്ലെ. അതുപോലെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ട് കണക്കാക്കുന്നത് ആര്യന്മാരല്ല, ദ്രാവിഡന്മാരാണ്. ഓക്കെ, നമുക്ക് നോക്കാട്ടോ. അപ്പൊ ഇതിൽ എന്താ ഉത്തരം വരിക? 1, 2 ശരി, 1, 2 ശരി. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? 1, 2 ശരി. മെസോപ്പൊട്ടോമിയക്കാരാണ് ഹാരപ്പൻ ജനതയെ എന്ത് വിളിച്ചത്? മെലൂഹ എന്ന് വിളിച്ചത്. മെസോ, ഇമേ, മെലൂഹ, മെലൂഹ. അപ്പൊ ശരിയായി. മെസോപ്പൊട്ടോമിയക്കാര്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളായി കാണപ്പെടുന്നത് ആരെയാണ്? കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ദ്രാവിഡ സമൂഹത്തെയാണ്. അങ്ങനെ ആര്യന്മാരുടെ വരവോട് കൂടിയിട്ട് അവിടെ നിന്ന് ദ്രാവിഡന്മാര് പോയി എന്നൊക്കെയാണ്. അപ്പൊ അതിന് ഈ ആര്യന്മാരുടെ വരവ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ നാശത്തിന് കാരണമായി എന്നുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. ചരിത്രം വിചിത്രം എന്നാണ് പറയുക. ചരിത്രം വളരെ തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ടത്. തർക്കമാണ് ചരിത്രം. എഴുതി വെച്ചതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന കുറെ കാര്യങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ തർക്കമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ചരിത്രം. അപ്പൊ അതുകൊണ്ട് കേട്ടറിവും പുസ്തകങ്ങൾ വായിച്ച അറിവും മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എന്താണ്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ട് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ദ്രാവിഡന്മാരെയാണ്. ഈ സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തിയിട്ടുണ്ടാക്കുന്ന ഒരു തരം ലോഹക്കൂട്ടാണ് ഇത് ഇലക്ട്രം എന്ന് പറയുന്നത്. സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തിയിട്ട് നിർമ്മിക്കുന്ന ഒരു ലോഹക്കൂട്ടാണ് ഏതെന്ന് പറയുന്നത്? ഇലക്ട്രം എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിന്ധു ചെമ്പാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. എന്താ അറിയണ്ടായിരുന്നില്ല? ഇരുമ്പിനെ പറ്റിയിട്ട് യാതൊരുവിധ ലോകവും ഉണ്ടായിരുന്നില്ല ഇവർക്ക്. ഉണ്ടായിരുന്നത് എന്തിനെ പറ്റിയിട്ടാ? ചെമ്പിനെ പറ്റിയിട്ട്. ആ ചെമ്പ് കിട്ടിയത് എവിടുന്നാന്ന് പറയണത്? രാജസ്ഥാനിലെ ഖനിയിൽ നിന്ന്. രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെമ്പ് ഖനിയാണ് ഏത്? ഗേത്രി എന്ന് പറയുന്ന ചെമ്പ് ഖനി. ഓക്കെ, അപ്പൊ എന്തായി? മെലൂഹ. മെസൊപ്പൊട്ടോമിയക്കാർ വിളിച്ചു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കൾ ദ്രാവിഡന്മാരാണ്. ഇലക്ട്രം എന്താണ്? സ്വർണവും വെള്ളിയുമാണ്. അതുപോലെ തന്നെ എന്താണ്? ചെമ്പ് കിട്ടിയിരുന്നത് രാജസ്ഥാനിലെ ഗേത്രി ചെമ്പ് ഖനിയിൽ നിന്നാണ്. മോഹൻജദാരോ, അതും ഈ സിന്ധു നദീതട സംസ്കാരത്തിന്റെ മറ്റൊരു കേന്ദ്രമാണ്. സിന്ധു നദീതട സംസ്കാരത്തിന്റെ മറ്റൊരു കേന്ദ്രം കൂടിയാണ് ഇത് മോഹൻജദാരോ എന്ന് പറയുന്നത്. അവിടെ നിന്നും ചില വെളിപ്പെടുത്തലുകൾ, ചില കണ്ടെത്തലുകൾ ഉത്ഖനനം വഴി കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം. ഒന്നാമത്തെ ഹാരപ്പ, രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തെ മോഹൻജദാരോ ആണ്. ശരിയാണ്. കണ്ടെടുത്ത പ്രധാന നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് മോഹൻജദാരോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മിതിയാണ് ഇത്. മഹാസ്നാനഘട്ടം, വലിയ കുളം. മോഹൻജദാരോയുടെ പ്രധാന വലിയ കെട്ടിടമാണ് ധാന്യപുര. ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചത് മോഹൻജദാരോയിലാണ്. അത് നമുക്ക് അഴുക്കുചാലുമായി ബന്ധപ്പെട്ടിട്ടല്ലേ നോക്കാം. എന്താണ്? രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദി സംസ്കാരം ശരിയാണ്. മഹാസ്നാനഘട്ടം ശരിയാണ്. ഇത് ശരിയാണ്. എല്ലാം ശരി. എന്താണ്? എല്ലാം ശരിയാണ്. എന്തുണ്ടായി? രണ്ടാമതായിട്ടാണ് മോഹൻജദാരോ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ കണ്ടെടുത്ത പ്രധാന നിർമ്മിതി അതിന്റെ ഭാഗമായിട്ട് മഹാസ്നാനഘട്ടം. മോഹൻജദാരോ എന്ന് കേട്ടാൽ തന്നെ മഹാസ്നാനഘട്ടം. അതുപോലെ തന്നെ മോഹൻജദാരോയിലെ പ്രധാന വലിയ കെട്ടിടം ധാന്യപുര. ലോകത്തിൽ ആദ്യമായി അഴുക്കുചാല സമ്പ്രദായം ആരംഭിച്ചത് മോഹൻജദാരോയിലാണ്. ഓക്കെ, പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിലാണ് ഇപ്പോൾ എന്തുള്ളത്? മോഹൻജദാരോ ഉള്ളത്. ഹാരപ്പൻ എവിടെ തന്നെയാണ്? അതും പാകിസ്ഥാനിലാണ്. ഇവിടെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സിന്ധി ഭാഷയിലെ, ഏത് ഭാഷയിലാണ്? സിന്ധി ഭാഷയിൽ മരിച്ചവരുടെ കുന്ന് എന്നും കൂടി അർത്ഥമുണ്ട്. എന്തിന്?
ഈ പറയുന്ന മോഹൻജദാരോ എന്ന വാക്കിന് സിന്ധി ഭാഷയിലെ മരിച്ചവരുടെ കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഏത് മോഹൻജദാരോ എന്ന് പറയുന്നത്. നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ കാലഘട്ടത്തിൽ പ്രതിമ നിർമ്മാണത്തിലൊക്കെ അവർ വളരെ വിദഗ്ധരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോഹൻജദാരോ ഉദ്ഖനന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് R.D. ബാനർജി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതാരായിരുന്നു? ജോൺ മാർഷലിലെ 1921 കണ്ടെത്തുകയും അതുപോലെ തന്നെ 1924 അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. 1902 മുതൽ 1928 വരെ അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു എന്ന് പഠിച്ചു. ഇത് മോഹൻജദാരോയിലെ ഉദ്ഖനനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? R.D. ബാനർജി. മോഹൻജദാരോ കണ്ടെത്തിയത് 1922 രണ്ടാമത്തെ 1921 ഹാരപ്പൻ, 1922 മോഹൻജദാരോ, 1924 ഹാരപ്പൻ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം. ഓക്കെ അല്ലേ? അപ്പൊ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മോഹൻജദാരോ. മരിച്ചവരുടെ കുന്ന് എന്ന സിന്ധി ഭാഷയിൽ അറിയപ്പെടുന്ന പ്രദേശം. അതുപോലെ തന്നെ ഉദ്ഖനനത്തിന് ആരാണ്? R.D. ബാനർജിയാണ് നേതൃത്വം കൊടുത്തത്. പിന്നെ മോഹൻജദാരോ കണ്ടെത്തിയത് 1922 അപ്പൊ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം അതിൽ രണ്ടാമത് കണ്ടെടുത്ത പ്രധാന നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം. വലിയ കെട്ടിടമാണ്. ദാനിപ്പൂർ ലോകത്തിലാദ്യമായി അടുക്കുചാൽ സമ്പ്രദായം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ പ്രതിമ കിട്ടിയിട്ടുണ്ട്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹാരപ്പൻ ജനതയുമായി ബന്ധപ്പെട്ട് വേറൊരു ലോഹക്കൂട്ടിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രം, സ്വർണവും വെള്ളിയും കൂടിയിട്ട് അല്ലേ. അപ്പൊ നമ്മൾ ഹാരപ്പൻ ജനതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഹാരപ്പൻ ജനതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് കേട്ടോ. ഓക്കെ, ഹാരപ്പൻ ജനതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കാം. ഹാരപ്പൻ ജനത നെല്ല് കൃഷി ചെയ്തിരുന്നു, വെങ്കല പ്രതിമകൾ നിർമ്മിച്ചിരുന്നു. നെല്ല് കൃഷി ചെയ്തിരുന്നു, വെങ്കല പ്രതിമകൾ, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു, മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഓക്കെ, SCRT-യിലത്തെ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്ന പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകാ ചോദ്യമാണ് ഇത്. എല്ലാം ശരിയാണ്. 1, 2, 3 ശരിയാണ് അല്ലെ. ഇത് ഒന്നാമത്തെ അല്ലെ, രണ്ടാമത്തെ നമുക്കറിയാം. വെങ്കല പ്രതിമ കിട്ടിയെന്ന് പറഞ്ഞല്ലോ നമ്മൾ. മോഹൻജദാരോ എന്ന് ഒരു പെൺകുട്ടി നൃത്തം ചെയ്യുന്ന വെങ്കല പ്രതിമ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വെങ്കല പ്രതിമ അവർ ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളത് നമുക്ക് ആ ഭാഗത്തുനിന്ന് വായിച്ചാൽ കിട്ടുന്ന ഒരു ഭാഗമാണ്. ഇവിടെ പഠിക്കുക. ഈ 4 പോയിന്റും ശരിയാണ്. ഇനി എന്തുണ്ടായി എന്ന് കൂടി നോക്കാം. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയായിരുന്നു. ഓക്കെ, ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. അതിന് തന്നെ നെല്ല് കൃഷി ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് ലഭിച്ച സ്ഥലമാണിത്. രംഗ്പൂര്, ലോത്തൽ. എവിടെയാണ്? രംഗ്പൂരും ലോത്തലും. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഹാരപ്പൻ ജനത നെല്ല് ഉൽപ്പാദിപ്പിച്ചിരുന്നു, കൃഷി ചെയ്തിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട് നമുക്ക്. അത് എവിടെ നിന്നാണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലെ രംഗ്പൂർ അതുപോലെ തന്നെ ലോത്തൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഇനി എന്താണ്? സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. നമുക്കറിയാം, ഇലക്ട്രം എന്ന് പറയുന്ന ഒരു ലോഹക്കൂട്ടം അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഹാരപ്പൻ ജനത മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇവിടെ പറഞ്ഞത് എന്താണ്? കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു, മുദ്രകൾ നിർമ്മിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാം ആരുടെ സംഭാവനകൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാം. 1-2 തവണ ഈ ഭാഗം ഒന്ന് വായിക്കണേ. ഇനി സിന്ധു നദിയുടെ സംസ്കാരവുമായി ഒരു തെറ്റായ ജോഡി അല്ലെ. ഏതാണ്? തെറ്റായ ജോഡി കണ്ടെത്താൻ. ഏതാണ്? തെറ്റായ ജോഡിയാണ് കേട്ടോ. ലോത്തല് ഗുജറാത്ത് ഇപ്പൊ പറഞ്ഞുള്ളൂ, കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞുള്ളൂ അല്ലെ. ലോത്തല് രംഗ്പൂര് എന്തുമായി ബന്ധപ്പെട്ട് നെല്ലിന്റെ അത് കണ്ടെത്തിയിട്ടുണ്ട് പറഞ്ഞു അല്ലെ. കാലിബംഗൻ രാജസ്ഥാൻ തന്നിട്ടുണ്ട്, രൂപാർ ഹരിയാന തന്നിട്ടുണ്ട്, ധോളാവീര ഗുജറാത്ത് തന്നിട്ടുണ്ട്. ഏതാണ്? ധോളാവീര ഗുജറാത്ത്, രൂപാർ ഹരിയാന, കാലിബംഗൻ രാജസ്ഥാൻ, ലോത്തല് ഗുജറാത്ത്. നോക്കൂ, ഇതാണ് തെറ്റ്. രൂപാർ എവിടെയല്ല? ഹരിയാനയിലല്ല, പകരം എവിടെയാണ്? പഞ്ചാബിലാണ്. എവിടെയാണ്? പഞ്ചാബിലാണ്. നോക്കാം നമുക്ക്. രൂപാർ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. ഓക്കെ, രൂപാറിൽ ഉദ്ഖനനം നടത്തിയ വ്യക്തി ആരാണ്? YD ശർമ്മ. ജോൺ മാർഷൽ എവിടെയാണ്? ഹാരപ്പയില്. ബാനർജി എവിടെയാണ്? മോഹൻജദാരോയില്. ഇത്
YD ശർമ്മ എവിടെ? രൂപാറിൽ. രൂപാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യത്തെ സിന്ധു നദീതട കേന്ദ്രമാണ്. അത് 1947 ശേഷം കണ്ടെത്തിയ ആദ്യത്തെ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഏത്? ഈ പറയുന്ന രൂപാർ. അതാണ് അതിന്റെ പ്രത്യേകത. ആദ്യം കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ ഹാരപ്പ പറയാമെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതിനെ പറയണം? രൂപാറിനെ പറയണം. പഞ്ചാബിലാണ്. മനുഷ്യനോടൊപ്പം നായയെ അടക്കം ചെയ്ത തെളിവും അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. രൂപാറിന് എന്താണ് ലഭിച്ചിരിക്കുന്നത്? മനുഷ്യനെ അടക്കം ചെയ്യുന്നതിനോടൊപ്പം നായയെയും അടക്കം ചെയ്യുന്നതിന്റെ ഒരു തെളിവ് ലഭിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ ഒരു പ്രദേശമാണ് എന്തിന്റെ? സിന്ധു നദീതട സംസ്കാരത്തിന്റെ പ്രദേശമാണ്. അതുപോലെ ആരാണ്? YD ശർമ്മയാണ് അവിടെ എന്ത് നടത്തിയത്? ഉദ്ഖനനം നടത്തിയത് എന്ന് പറയാ. രൂപാർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. അപ്പൊ ഈ ജോഡി തെറ്റാണെന്ന് പറയുമ്പോൾ ബാക്കി ജോഡികൾ നമ്മൾ പഠിക്കണം. ലോത്തല് ഗുജറാത്തിലാണ്, കാലിബംഗൻ രാജസ്ഥാനിലാണ്, ധോളാവീരി ഗുജറാത്തിലാണ്. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കൂ, ഒരു ചെറിയൊരു ചാപ്റ്റർ എന്നാണ് നമ്മൾ മാക്സിമം പ്രസ്താവന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ഒരു കൺഫ്യൂഷനും വരാൻ പാടില്ല. ഈ ചാപ്റ്റർ ഭദ്രമായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വളരെ ഡീപ്പായിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക, കൂടെ നിൽക്കുക, കട്ടയ്ക്ക് നിന്നോ. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഗഗ്ഗർ നദീതീരത്താണ് കാലിബംഗൻ. എന്താണ്? ഗഗ്ഗർ നദീതീരത്താണ് കാലിബംഗൻ എന്ന് പറയുന്ന പ്രദേശം. എവിടെയാണ് കാലിബംഗൻ? അല്ലെ, രാജസ്ഥാനിൽ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ധോളാവീര. ശരിയാവും, കാരണം ധോളാവീര ഗുജറാത്തിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ് ബനാവലി സ്ഥിതി ചെയ്യുന്നത്. ഗഗ്ഗർ നദീതീരത്താണ് ബനാവലി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 2 ഗഗ്ഗർ വന്ന കാരണം നമ്മൾ വിചാരിക്കുക എന്താണെന്നറിയോ? 2 ഗഗ്ഗർ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഏതെങ്കിലും ഒരു ഗഗ്ഗർ തെറ്റാന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ എല്ലാം ശരിയാണ്. അത് നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരു ഐഡിയയിൽ ചെയ്യരുത്. കാരണം 2 ഗഗ്ഗർ വന്നു, സ്വാഭാവികമായിട്ട് ഒരു ഗഗ്ഗർ തെറ്റും. അപ്പൊ 1, 2, 3 ശരിയാവാം, ഇതാക്കാം. അല്ലെങ്കിൽ 2, 3, 4 ശരിയാക്കാം, ഇതാക്കാന്നൊക്കെ ഒരു ടെൻഡൻസി തോന്നും. അതല്ല, ഇവിടെ എന്താണ്? ഇവിടെ അത് എല്ലാ പോയിന്റും ശരിയാണ്. എന്താണ്? ഹാരപ്പൻ എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഗഗ്ഗർ നദീതീരത്ത് തന്നെയാണ് എന്ത്? കാലിബംഗൻ. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ധോളാവീര. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ തന്നെയാണ് ബനാവലി. ബനാവലിയിലൂടെ ഒഴുകുന്ന നദി ഏത് തന്നെയാണ്? ഗഗ്ഗർ തന്നെയാണ്. ഓക്കെ, ഇനി ഈ കാലിബംഗനുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടകത്തിന്റെ ഫോസിൽ അല്ലെ, നമ്മൾ ഫോസിലെ കുറിച്ചുള്ള പഠനമൊക്കെ പറഞ്ഞു തുടക്കത്തില് അല്ലെ. ആദിമ മനുഷ്യരും സംസ്കാരവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫോസിലുകളുടെ കുറിച്ചുള്ള പഠനം, ശിലാപാളികൾക്കിടയിൽ വളരെ ഭദ്രമായിട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള ശേഷിപ്പുകളാണ് ഫോസിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ഒട്ടകത്തിന്റെ ഫോസിൽ കണ്ടെത്തിയ ഹാരപ്പൻ കേന്ദ്രമാണ് ഇത്? കാലിബംഗൻ. ഒട്ടകം എന്ന് കേട്ട് കഴിഞ്ഞാൽ രാജസ്ഥാൻ മരുഭൂമിയാണ്. അപ്പൊ കാലിബംഗൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. ഏതാണ്? മുത്ത് ഹുദാരോ. എന്തത്? മുത്ത് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹാരപ്പൻ നഗരമാണ് ചാൻഹുദാരോ. ഞാനങ്ങനെ ചില വാക്കുകളൊക്കെ വെറുതെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കട്ട. ഒരർത്ഥം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ വെറുതെ കണക്ട് ചെയ്ത്. മുത്ത് ഹുദാരോ, മുത്ത് ഹുദാരോ അങ്ങനെ പറയാം. ചാൻഹുദാരോയിലാണ് എന്ത്? ഇത് മുത്ത് അല്ല. അപ്പൊ മോഹൻജദാരോ അല്ല, മോഹൻജദാരോ വരില്ല അല്ലെ, ഹുദാരോ പറയുന്നുണ്ടല്ലോ, അപ്പൊ പ്രശ്നമില്ല. മുത്ത് ചാൻഹുദാരോ, മുത്ത് ചാൻഹുദാരോ. ശരി, മനുഷ്യന്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ ലഭിച്ചത് സുദ്കാജൻ ഡോർ. ഏതാണ്? സുദ്കാജൻ ഡോർ. കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ ആ വാക്ക്. സുദ് കാജൻ ഡോർ. മനുഷ്യന്റെ ചിതാഭസ്മം. മനുഷ്യന്റെ ചിതാഭസ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലെ ഒരാള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ചിതാഭസ്മം, സുധ. കിട്ടി. ചിതാഭസ്മം, സുധ. അപ്പൊ കിട്ടി. എങ്ങനെയുണ്ട്? ഓരോ കണക്ഷൻ കിട്ടണം നോക്കിയേ. സുദ്കാജൻ ഡോർ, മനുഷ്യ ചിതാഭസ്മം കണ്ടെത്തിയത് എവിടെ നിന്നാണ്? അതിന്റെ പേടകങ്ങൾ, അത് അടക്കം ചെയ്ത പേടകങ്ങൾ കിട്ടിയത് എവിടെ നിന്നാണ്? സുദ്കാജൻ ഡോർ. ഏറ്റവും വലിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് രാഗിഗഡി. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ തന്നെയാണ് അതും അല്ലെ. ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ് നമ്മൾ നേരത്തെ കണ്ട ബനാവലി. എന്താ പോയത്? ഏതാണ്? ബനാവലി, ഹിസാർ ജില്ലയില്. അതുപോലെ തന്നെയാണ് ഇത് ഏറ്റവും വലിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിട്ടുള്ള രാഗിഗഡി എവിടെയാണ്? ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ്. രൂപാർ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. രൂപാറിന്റെ പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര
കേന്ദ്രമാണ്. ഏറ്റവും ആദ്യം കണ്ടെത്തിയത് ഹാരപ്പയാണ്, രണ്ടാമത് കണ്ടെത്തിയത് മൊഹൻജദാരോ ആണ്, മുത്താണെങ്കിൽ ചാൻഹുദാരോ ആണ്, ചിതാഭസ്മാണെങ്കിൽ സുദ്ഗാജൻഡോർ ആണ്. ഓക്കെ, ശരി. പെട്ടെന്ന് ബാക്കിലേക്ക് ഒന്ന് പോയാൽ 4 കാലിൽ നടക്കുന്നവരെ നമ്മൾ എന്താ പറയാ, ഹോമിനോയിഡുകൾ. 2 കാലാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്യുക, ഹോമിനിഡുകൾ. ഹാബിലസ് ഉപകരണം, ഇറക്ടസ് നിവർന്നു നിൽക്കുന്നവര്, ഹോമോസാപ്പിയൻ നമ്മളെ പോലെ ബുദ്ധിയുള്ളവര്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഏതുമായി ബന്ധപ്പെട്ടത്? ഈ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആ കണ്ടെത്തലുകൾ കിട്ടിയിട്ടുള്ള ആ കേന്ദ്രങ്ങൾ എവിടെയാണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഹാരപ്പ ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹാരപ്പ പാകിസ്ഥാനിലാണ്, മൊഹൻജദാരോ പാകിസ്ഥാനിലാണ് അല്ലെ. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച, അവസാനത്തിലേക്ക് എത്തിയിട്ട് നമ്മള് ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതിൽ ശരിയായവ കണ്ടെത്തുക. അപ്പൊ ഇത് ആ SCERT ലാസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു ഭാഗത്തുള്ള കുറച്ച് പോയിന്റ് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം ഉണ്ടാക്കിയതാണ് ഞാൻ. നോക്കാം, ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് നിരന്തരം ഉണ്ടായ പ്രളയവും പ്രകൃതി ദുരന്തവും അല്ലെ. നദിയുടെ തീരത്തല്ലേ ഇത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആ സംസ്കാരത്തെ ബാധിച്ചു എന്നാണ് പറയുന്നത്. വനനശീകരണം, സ്വാഭാവികമായിട്ട് വനം നശിച്ച ആ ഏരിയ നശിക്കുക തന്നെയാണ് ചെയ്യുക. കാലാവസ്ഥയിൽ ഉണ്ടായ വ്യതിയാനം, അതുമായിട്ട് അല്ലേ പ്രകൃതി ദുരന്തങ്ങൾ എപ്പോഴും ഉണ്ടാവുക എങ്ങനെയാണ്? കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോഴാണ്. നമ്മളിപ്പോ പുതിയതായിട്ട് കേൾക്കുന്നില്ലേ, മിന്നൽ, എന്താണ് മിന്നൽ സ്ഫോടനങ്ങളോ മേഘവിസ്ഫോടനങ്ങൾ അല്ലെ, അങ്ങനെയൊക്കെ കേൾക്കുന്നില്ല. അത് കാലാവസ്ഥ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം അല്ലെ, ഒരുപാട് ഉപയോഗം, അതും കാരണമായിട്ട്. അപ്പൊ ഇതെന്താണ്? എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ? ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് നിരന്തരമുണ്ടായ പ്രകൃതി ദുരന്തങ്ങള്, പ്രളയം, വനനശീകരണം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങള്, അതുപോലെ തന്നെ ഭൂമിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇതെല്ലാം എന്തിനു ബാധിച്ചിട്ടുണ്ട്? ഈ പറയുന്ന സംസ്കാരം നശിച്ചു പോകുന്നതിന് കാരണമായിട്ടുണ്ട്. നോക്കട്ടെ, പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് GF ഡേൽസ്. എന്താണ് GF ഡേൽസ് എന്ന് പറയുന്ന വ്യക്തി എന്തു പറഞ്ഞു? പ്രകൃതി ദുരന്തങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണം. അതല്ല, മോർട്ടിമർ വീലർ എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് ദ്രാവിഡന്മാരുമായി ബന്ധപ്പെട്ട സംസ്കാരമായിരുന്നല്ലോ, ആര്യന്മാരുടെ വരവാണ് ഈ സംസ്കാരം നശിക്കാൻ കാരണമായി എന്നാണ് ആര് പറഞ്ഞത്? മോർട്ടിമർ വീലർ എന്ന് പറഞ്ഞ. ഓക്കെ, മോർട്ടിമർ വീലർ പറഞ്ഞത് ആര് വന്നതാണ്? ആര്യന്മാര് വന്നു, ദ്രാവിഡ സംസ്കാരം നശിച്ചു എന്ന രീതിയിലാണ് മോർട്ടിമർ വീലർ പറഞ്ഞത്. GF ഡേൽസ് പറഞ്ഞ എന്താണ്? പ്രകൃതി ദുരന്തമാണ്. ഓക്കെ, ഇനി സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് കാരണമെന്ന് ആര്? നമ്മുടെ സർ ജോൺ മാർഷൽ പറഞ്ഞു. ഞാൻ മൂന്ന് കോട്സ് എന്ന് പറയാൻ പറ്റില്ല, അവരുടെ അഭിപ്രായങ്ങൾ അല്ലെ. പ്രകൃതി ദുരന്തം ഡേൽസ്, പ്രകൃതി ദുരന്തങ്ങളുടെ അങ്ങനെ പറഞ്ഞാൽ മതി, ഡേൽസ്. പിന്നെന്താണ്? മോർട്ടിമർ വീലർ, ഇങ്ങനെ കറങ്ങി വന്നു, അതായത് ആര്യന്മാര് വന്നു, ദ്രാവിഡന്മാര് പോയിന്ന്. മോർട്ടിമർ വീലർ സിന്ധു നദി വഴിമാറി ഒഴുകിയതാണ് കാരണം എന്ന് അഭിപ്രായപ്പെട്ടത് സർ ജോൺ മാർഷൽ അല്ലെ. ആളാണ് ആദ്യമായിട്ട് അത് കണ്ടുപിടിച്ച ആള് അല്ലെ, ആദ്യത്തെ കേന്ദ്രം കണ്ടെത്തിയത് ആളാണ്. അപ്പൊ ആളുടെ അഭിപ്രായത്തിൽ എന്താണ്? വഴിമാറി നദി ഒഴുകിയപ്പോഴാണ് ഇത് നശിച്ചത് എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. എന്ത്? SCERTയുമായി ബന്ധപ്പെട്ട ഈ സീരീസിലെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യൽ സയൻസ്, ആദിമ മനുഷ്യരും സംസ്കാരവും എന്നും പറയുന്ന ചാപ്റ്ററാണ്. മാക്സിമം അല്ലെ, ഒരു ചെറിയ ചാപ്റ്ററാണ്, 6ാം ക്ലാസ് അല്ലേ, ഒരു ചെറിയ ചാപ്റ്ററാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം മാതൃക പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ, അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നും ഇതുപോലത്തെ ചാപ്റ്ററുകൾ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ഫാൽക്കൺസ് PSCയുടെ ഈ കിടിലൻ സീരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ PSC മത്സരാർത്ഥികൾ എന്ന് പറയുന്ന എല്ലാ PSC മത്സരാർത്ഥികൾക്കും ഏത് പരീക്ഷ ആയിക്കോട്ടെ, LPUP ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ LPUP ആയിക്കോട്ടെ, അതുപോലെ തന്നെ HSST HSA പോലെയുള്ള ഹൈ ലെവൽ പരീക്ഷകളാണെങ്കിലും 10th പ്രിലിംസ് LGS പോലെയുള്ള കുറച്ചും കൂടി എന്താ പറയുക ക്വാളിഫിക്കേഷൻ കുറവായിട്ടുള്ള പരീക്ഷകളാണെങ്കിൽ എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമായിട്ടാണ് SCERT കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾക്ക് ശേഷം ഇനിയും എല്ലാ ചാപ്റ്ററും നമ്മൾ ഇതുപോലെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, പഠിക്കുക, പെട്ടെന്ന് തന്നെ പഠിക്കുക. ഓരോ ചാപ്റ്ററും റിവിഷന് സമയം കണ്ടെത്തുക, റാങ്ക് അടിക്കുക, ജോലി നേടുക. ഓക്കെ അല്ലേ?